Hello, good afternoon. Good afternoon, ma'am. വേഗം ജോയിൻ ചെയ്യേ. വളരെ ഇഷ്ടമാണല്ലോ സ്റ്റുഡൻസ്. വരുന്നവര് വരട്ടെ, വഴിയെ വരട്ടെ. 10 പേരായിട്ടുണ്ട്, 2 ഡിജിറ്റ് നമ്പർ ആയിട്ടുണ്ട്. സോ വി ഷാൽ സ്റ്റാർട്ട്. നമ്മള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പഠിച്ചു നിർത്തിയത് എവിടെയാ? ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയും, എവിടെയാണ് നമ്മൾ നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മൾ ഇതിനകത്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാണ് മാനേജ് ചെയ്യേണ്ടതിന്റെ ഒരു എന്താ പറയാ ഒരു നെസസിറ്റി, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യപ്പെടേണ്ട ഒരു കമ്പോണന്റ് ഓഫ് an ഓർഗനൈസേഷൻ ആണ് എന്ന് മാത്രമല്ല അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളത്. അത് പറഞ്ഞു നമ്മൾ. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്, 3 രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഏതൊക്കെയായിരുന്നു? സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആൻഡ് ഓൾസോ സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. ഇങ്ങനെ 3 സിഗ്നിഫിക്കൻസുകൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മളുടെ ആ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ്, വളരെ മുമ്പ് തന്നെയും ഈ പറയുന്ന മാൻ പവറിനെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്തിരുന്നു. പക്ഷെ അന്ന് അതിന് പറഞ്ഞിരുന്ന പേര് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ്. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെ മാനേജ് ചെയ്യുക. ദാറ്റ് മീൻസ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ഒരു ഓൾഡസ്റ്റ് കോൺസെപ്റ്റ്. എങ്കിൽ ഇന്നത് ലേറ്റസ്റ്റ് ആയിട്ട് അതിനെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആക്കി പുതിയ രീതിയിലേക്ക് മാറ്റങ്ങൾക്ക് എന്താ പറയാ അനുപാതികമായിട്ട് അല്ലെ, ചേഞ്ചസിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എല്ലാ രീതിയിലും ചേഞ്ചസ് ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസ് കൊണ്ട് ഉണ്ടാകിയ ഒരു മാനേജ്മെന്റ് സിസ്റ്റമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി പേഴ്സണൽ മാനേജ്മെന്റും അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും. പിന്നെ നമുക്ക് പേഴ്സണൽ മാനേജ്മെന്റ് പണ്ട് എന്താ പറയാ ഒരു ഓൾഡസ്റ്റ് കോൺസെപ്റ്റ് ആയിട്ടുള്ള പേഴ്സണൽ മാനേജ്മെന്റിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത് നമ്മൾ കണ്ടു. ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനും ആൻഡ് ദ ഡെഫിനിഷൻസ് ഗിവൺ ബൈ എഡ്വിൻ ഫ്ലിപ്പോ ആൻഡ് സ്റ്റീഫൻ ഡൺ. ഇവർ രണ്ടുപേരും തന്നിരുന്ന 2 ഡെഫിനിഷൻസ് നമ്മൾ കണ്ടു. ആ ഡെഫിനിഷനെ തന്നെ, അതായത് മൂന്നാമത്തെ നമ്മുടെ സ്റ്റീഫൻ ഡൺ കൊടുത്ത ഡെഫിനിഷനിൽ കണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഹ്യൂമൻ റിസോഴ്സുകളെ നമുക്ക് അതായത് പേഴ്സണൽസിനെ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള തൊഴിലാളികൾ ഉണ്ടാകുമ്പോൾ ആ തൊഴിലാളികളെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 2-3 പ്രക്രിയകൾ, 2 പ്രോസസ്സുകൾ അവിടെ നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അട്രാക്ടിങ്, ഹോൾഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ അല്ലെ. അതായത് പീപ്പിളിനെ, അതായത് എംപ്ലോയീസിനെ കൂടുതൽ ഓർഗനൈസേഷനിലേക്ക് അട്രാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ അവരെ അട്രാക്ട് ചെയ്ത് വന്നു കഴിയുന്ന എംപ്ലോയീസിനെ അവിടെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ആ പ്രോസസ്സിങ്, അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൂടുതൽ മോട്ടിവേഷൻസിലൂടെ അവരുടെ കൂടുതൽ സേവനങ്ങൾ ഓർഗനൈസേഷൻസിൽ ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെയാണ് സ്റ്റീഫൻ ഡൺ തന്നിരിക്കുന്ന പേഴ്സണൽ മാനേജ്മെന്റിന്റെ ആ ഒരു ഡെഫിനിഷനിൽ വരിക നമ്മൾ കണ്ടു. അതെന്താണ്, അതിനെ 3നെയും ഒന്നുകൂടി ഡിഫൈൻ ചെയ്തു നമ്മൾ കണ്ടു അല്ലെ. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സൺ മാനേജർ. ഒരു പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട, തൊഴിലിനെ മാനേജ് ചെയ്യുന്ന ആൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. എല്ലാവരും ഇവിടം വരെയൊക്കെ വായിച്ചു നോക്കിയോ? വായിച്ചിട്ട് മനസ്സിലാകുന്ന പോർഷൻസ് ആണോ? പറയ്, എന്നിട്ട് വേണം എനിക്ക് തുടങ്ങാൻ. കുറച്ച് പിള്ളേരെ ക്ലാസ് തുടങ്ങിയപ്പോ ഉണ്ടായുള്ളൂ 10-12 പേര് കൂടി. 10 പേര് തുടങ്ങിയപ്പോ തന്നെ ഉണ്ടായുള്ളൂ.
ആണോ? വായിച്ചു നോക്കിയോ? നോ റെസ്പോൺസ്. ആരുമില്ല അവിടെ? ഓണാക്കി വെച്ചിട്ട് എന്തെങ്കിലും പണിക്ക് പോയാ വേറെ? ആ, വായിച്ചു നോക്കി. വായിച്ചു നോക്കിയത് പറ. വായിച്ചു നോക്കി, അല്ലെങ്കിൽ വായിച്ചു നോക്കിയില്ല, അല്ലെങ്കിൽ വായിച്ചപ്പോ ക്ലിയർ ആയില്ല, മനസ്സിലായില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ വേഗം പറയാൻ വേണ്ടിയിട്ടാണ് ഈ തുടക്കം അവസാനമൊക്കെ ഇങ്ങനത്തെ കാര്യം വെറുതെ ചോദിക്കണേ നമ്മള്. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാനും നിങ്ങളൊന്ന് ആക്റ്റീവ് ആക്കാനും വേണ്ടിയിട്ടാണ്. വായിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനി എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ടതെന്നാണ് ആ പോയിന്റുകളൊക്കെ പറഞ്ഞേക്കണേ അല്ലെ. ഓർഗനൈസേഷൻ തിയറിയിലെ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം. മാത്രമല്ല ഇഫക്റ്റീവ്ലി നമുക്ക് ടോപ്പ് മാനേജ്മെന്റിലേക്ക് ഓർഗനൈസേഷൻ സംബന്ധമായിട്ടുള്ള എന്താ പറയാ മാറ്റേഴ്സ് ടോപ്പ് മാനേജ്മെന്റിലേക്ക് എത്തിക്കേണ്ട, അതായത് ബിസിനസ്സിൽ പല എംപ്ലോയീസും ജോലിക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ കാര്യങ്ങൾ, അവരുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്തത് മാത്രമല്ല തന്റെ ഓൺ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒപ്പം ഈ പറയുന്ന പേഴ്സണൽ മാനേജറിന്റെ ഒപ്പമുള്ള ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്കോ എന്തെങ്കിലുമൊക്കെ മാറ്റേഴ്സ് ഓർഗനൈസേഷനുമായിട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ടോപ്പ് മാനേജ്മെന്റിൽ അറിയിക്കുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ തിയറിയിൽ എക്സ്പേർട്ട് ആയിരിക്കുക, സ്പെഷ്യലിസ്റ്റ് ആയിരിക്കുക. എന്താണ് ഓർഗനൈസേഷൻ തിയറി എന്നൊക്കെ ഞാൻ എഴുതി തന്നിരുന്നു. എഴുതിയിരുന്നോ? നോട്ട് എഴുതിയിരുന്നോ? ഹൗ ദ ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻ ഫംഗ്ഷൻ, എങ്ങനെയാണ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, എങ്ങനെയാണ് എന്താ പറയാ എക്സ്റ്റേണൽ പുറത്തുള്ള ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എങ്ങനെ മാറ്റങ്ങൾക്ക് ആ ബിസിനസ് ഓർഗനൈസേഷൻ വിധേയമാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം. അതിനെയുള്ള പഠനത്തെയാണ് നമ്മൾ ഓർഗനൈസേഷൻ തിയറി എന്ന് പറയുക. അപ്പൊ അതില് എക്സ്പേർട്ട് ആയിരിക്കണം. അതോടൊപ്പം തന്നെ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് തൊഴിലാളികളെയൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ, അവരെ മാനേജ് ചെയ്യണമെങ്കിൽ ആ ഓർഗനൈസേഷന് നിലവിലുള്ള ലോസ് അല്ലെ, നിയമങ്ങളും മറ്റു പ്രൊസീജിയേഴ്സും മറ്റു ടെക്നിക്കും ഒക്കെ ആരറിയണം? പേഴ്സണൽ മാനേജർ അറിയണം. ആ മാനേജർ അറിഞ്ഞാല് തന്റെ അവിടെയുള്ള ബാക്കിയുള്ള എംപ്ലോയീസിന് അത്തരം ആ അറിവോ അല്ലെങ്കിൽ എന്താ പറയാ നിയമങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ അവർക്കും കൂടി ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ മാനേജ് ചെയ്യുന്ന ആൾക്ക് അവിടുത്തെ നിയമങ്ങൾ അറിയണം, അല്ലാതെ മാനേജ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. അപ്പൊ പേഴ്സണൽ മാനേജർക്ക് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ കഴിവുള്ള ആളായിരിക്കണം. ദാറ്റ് മീൻസ് ഹി ഷുഡ് ബി ഏബിൾ ടു നോ ദ റെലവന്റ് ലോസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ഓൾസോ ടെക്നിക്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിലെ നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം. പിന്നെ മാത്രമല്ല ബിഹേവിയറൽ സയൻസിൽ ആംപിൾ നോളജ് ഉള്ള ആളായിരിക്കണം. എന്താ ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നത്? ബിഹേവിയറൽ പാറ്റേൺ, അതായത് employees, how they behave in the organization and how can they be motivated. Employees അവരുടെ താല്പര്യങ്ങൾ, അവരുടെ പെരുമാറ്റ രീതികൾ, അവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് ഓർഗനൈസേഷനെ കൂടുതൽ അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എങ്ങനെ മോർ ഇഫക്റ്റീവ് ആക്കി അവരുടെ ജോലിയെ തീർക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പൊ ഇതൊരു ഓർഗനൈസേഷൻ ആണ്, ഇവിടെ ഒരുപാട് എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സ് ആയിക്കോട്ടെ മറ്റ് സ്റ്റാഫുകളായിക്കോട്ടെ. അപ്പൊ ആ എംപ്ലോയീസിൽ നിന്ന് അവരിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി നമുക്ക് എന്താ പറയുക നേടിയെടുക്കണം എന്ന് വെച്ചാൽ, അപ്പൊ അവരെ കുറിച്ചുള്ള അറിവുകളല്ല, എവിടെയാണ് ഇന്ന ആളുകൾക്ക് ഇന്ന ജോലിക്കാർക്ക് എന്ത് പോരായ്മയുണ്ട്, അല്ലെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്ത് നമ്മളുടെ ഉദ്ദേശിച്ച രീതിയിലേക്ക് കൊണ്ടുവരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിവുകൾ. അതാണ് ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ ജസ്റ്റിസ് സെൻസ് ഉള്ള ആളായിരിക്കണം. നീതി, ന്യായം എവിടെയുണ്ടോ അതിന്റെ ഒപ്പം നിൽക്കണം. അന്യായമായ പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മളുടെ ഇപ്പൊ ഏതെങ്കിലും ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അവരുടെ അവകാശമാണ്. ഞാൻ ചെയ്യുന്ന പ്രവർത്തിക്ക് എനിക്ക് അപ്രീസിയേഷൻ തരിക അല്ലെ. അത് സ്ത്രീ പുരുഷൻ എന്നുള്ള ആ ഒരു ഇതൊന്നും ഇല്ലാതെ, ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതെ എത്ര നന്നായി ജോലി ചെയ്യുന്ന അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള നീതി ന്യായം ഒക്കെ വേണ്ടയിടത്തൊക്കെ അതിനെ കുറിച്ചുള്ള ഒരു സെൻസ് ഉള്ള പേഴ്സൺ ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ആളായിരിക്കണം. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരു കാര്യം എങ്ങനെയെങ്കിലും ഒരാള് അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് മറ്റുള്ളവരുടെ അഭിപ്രായം തേടലല്ല. വി ഷുഡ് ഹാവ് അവർ ഓൺ ക്രിയേറ്റീവ് തിങ്കിങ്. നമുക്ക് നമ്മുടേതായ സൃഷ്ടിച്ചെടുക്കേണ്ട ഒരു ചിന്താഗതി ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഹൗ ക്യാൻ ഐ ആക്ട്, അല്ലെങ്കിൽ വാട്ട് ഷുഡ് ഐ ഡു, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് പ്രവർത്തിക്കണം എന്ന് ഞാൻ തന്നെ ചിന്തിച്ചെടുക്കണം. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. മറ്റുള്ളവരോട് അന്നേരം ഡിപ്പെൻഡ് ചെയ്ത് അയ്യോ അവരോട് ചോദിക്കട്ടെ ഇവരോട് ചോദിക്കട്ടെ അങ്ങനെ ടെൻഷനായി അവരെ മോശം അല്ല. നമുക്ക് നമ്മളുടേതായ ഐഡിയാസിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ തിങ്കിങ് ക്രിയേറ്റിവിറ്റി ഉള്ള ആളായിരിക്കണം. പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് അറിയുന്ന ആളായിരിക്കണം അല്ലെ. ഈസി ആയിട്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉള്ള ആളായിരിക്കണം. ഹി ഷുഡ് ഓൾസോ കോപ്പറേറ്റ് ഓർ ജനറേറ്റ് വിത്ത് എമംഗ് ഹിസ് കൊളീഗ്സ്. അതായത് തന്റെ ഒപ്പമുള്ള തന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യാൻ അല്ലെ.
അങ്ങനെ പറ്റുന്ന ആളായിരിക്കും. അല്ല, ഞാൻ വലിയ ആളാണ്, ഞാൻ മാനേജറാണ്, പേഴ്സണൽ നിങ്ങളുടെയൊക്കെ മാനേജറാണ്, സോ ഞാൻ ആ ഒരു മാനേജറുടെ ആ ഒരു പദവിയിൽ നിൽക്കും. അങ്ങനെയല്ല, അവരുമായിട്ടൊക്കെ കോപ്പറേറ്റ് ചെയ്യാൻ ഒരു പറ്റണം. ഓക്കെ. അതുപോലെ സബോർഡിനേറ്റ്സ്, ഇഫ് ദേ ഹാവ് സം ഡിഫിക്കൽട്ടീസ്, he also or she also have to be ready to cooperate with them. മാത്രമല്ല, തന്റെ കൊളീഗ്സിന് അല്ലെങ്കിൽ തന്റെ സബോർഡിനേറ്റ്സിന്, കൂടെ ജോലി ചെയ്യുന്നവർക്ക്, താഴെ തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ എന്ത് ചെയ്യണം? ആ പ്രശ്നങ്ങൾക്ക് അവരോട് നിൽക്കണം, അത് പരിഹരിക്കുന്നത് വരെ. ഓക്കെ. അല്ലാതെ അയ്യോ പ്രശ്നങ്ങൾ മുഴുവനായിട്ട് വെച്ചതാണ്, നിങ്ങൾ തന്നെ തീർക്കോ, അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ഓർഗനൈസേഷൻ നമുക്ക് ജോലി തന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അവിടെ നിലനിന്ന് പോകാൻ വേണ്ടി വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ അതെല്ലാം എങ്ങനെ സോൾവ് ചെയ്യണം, മാനേജർ അത് വളരെ നല്ല രീതിയിൽ ഇലക്കുമുള്ളിലും കേടില്ലാത്ത രീതിയിലൊക്കെ സോൾവ് ചെയ്യാൻ പറ്റണം. അതാണ് ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ആളുകൾക്ക് അത്തരം പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ. മാത്രമല്ല, he also must handle the personal matters, അവരുടെ തൊഴിൽപരമായിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ ഡീൽ ചെയ്യുക, അവരുടെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾക്ക് രീതിയിൽ ഉതകുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ നീഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം തന്നെ നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക. and also we also have to give prompt enough feedback. അതായത് അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ മാനേജ്മെന്റിനെ അറിയിക്കുക, മാനേജ്മെന്റിൽ നിന്നുള്ള കാര്യങ്ങൾ ഇവരെ അറിയിക്കുക. അങ്ങനെ ഒരു രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുക, കോർഡിനേറ്റ് ചെയ്ത്. ഇതെല്ലാം ഒരു പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നുകൂടി എടുത്തു പറഞ്ഞു. ഓക്കെ. നിങ്ങൾ റിയാക്ട് ചെയ്തില്ല, ഞാൻ ചോദിച്ചപ്പോ വായിച്ചു എന്ന് പറഞ്ഞു, നോക്കി എന്ന് പറഞ്ഞു. അത് ക്ലിയർ ആണ് എന്നുള്ള ഒരു വാക്ക് ഞാൻ അവിടെ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നത്. ഇപ്പൊ ക്ലിയർ ആയോ എല്ലാവർക്കും? ഒന്ന് ആക്റ്റീവായേ, ആക്റ്റീവ് ആവാമോ? ഒന്ന് ചാടി, ഒന്ന് എഴുന്നേറ്റ് ചാടി തുള്ളി ഒന്നിട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ അല്ലെങ്കിൽ ഒന്ന് നടന്നിട്ടൊക്കെ ഇരിക്കട്ടെ എല്ലാവരും. ഉച്ച സമയം ആയതുകൊണ്ട് കുറച്ച് എന്തെങ്കിലും എന്താ പറയാ, ഒരു മടി എന്ന് പറഞ്ഞ സാധനം നമ്മളിലേക്ക് കയറും, അല്ലെ? ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ മടി കയറും. അപ്പൊ അത് പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ ആക്റ്റീവ് അല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. ആക്റ്റീവ് ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പിള്ളേർ ഇടും, അത് ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ക്ലിയർ ആണ്, ക്ലിയർ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ആണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവിടെ അങ്ങനെയുള്ള കമന്റുകൾ നിങ്ങൾ അവിടെ ഇടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. നൗ വി ഹാവ് ടു ഗോ ടു സ്റ്റഡി ദ റോൾസ് ഓഫ് പേഴ്സണൽ മാനേജർ. ഇനി പേഴ്സണൽ മാനേജറുടെ റോളുകൾ എന്തൊക്കെയാണ്? ഒരു പേഴ്സണൽ മാനേജർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മാനേജർക്ക് മാനേജ് ചെയ്താൽ മതി. പക്ഷെങ്കിലും ആ മാനേജിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ആ മാനേജർക്ക് ചെയ്യാനുണ്ട്. ഇവിടെ പേഴ്സണൽസിനെ മാനേജ് ചെയ്യുന്ന ആളാണ് പേഴ്സണൽ മാനേജർ. എന്നുവെച്ചാൽ തൊഴിൽ വിഭാഗത്തെ മാനേജ് ചെയ്യുന്ന ഒരാളാണ് പേഴ്സണൽ മാനേജർ. സോ he must have some more duties, more tasks. അദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അത് എങ്ങനെയാണ്? ആൻഡ് അത് ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഫോർ കൺവീനിയൻസ് ഇറ്റ് ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 4 റോൾസ്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, വളരെ സൗകര്യപ്രദമായ രീതിയിൽ 4 പ്രത്യേക റോളുകളായിട്ടാണ് പേഴ്സണൽ മാനേജർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. 4 തരത്തിലുള്ള റോളുകൾ പേഴ്സണൽ മാനേജർ ഒരു ഓർഗനൈസേഷനിൽ വഹിക്കാനുണ്ട്. ഏതൊക്കെയാണത്? ഒന്നാമത്തെ പേഴ്സണൽ റോൾ, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു പങ്ക്. അതുപോലെ വെൽഫെയർ റോൾ, ക്ഷേമത്തിന് അനുസൃതമായിട്ടുള്ള ഒരു റോള്. ക്ലറിക്കൽ റോൾ, ക്ലറിക്കൽ ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന ആ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ക്ലറിക്കൽ റോള്. ഫയർ ഫൈറ്റിംഗ്, ലീഗൽ റോൾ, ചില നിയമപരമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മൾ അവിടെ എന്താ പറയാ വിവരിച്ച് പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 4 സെക്ഷൻസ് ആയിട്ടാണ് പേഴ്സണൽ മാനേജറിന്റെ റോളുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് 4 റോള് ചോദിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. ഏതൊക്കെയാ? പേഴ്സണൽ റോൾ, വെൽഫെയർ റോൾ, ക്ലറിക്കൽ റോൾ ആൻഡ് ഫയർ ഫൈറ്റിംഗ്, ലീഗൽ റോൾ. അങ്ങനെ ബ്രോഡ് ആയിട്ട് 4 ക്ലാസിഫിക്കേഷൻസ് ആണ് പേഴ്സണൽ മാനേജറിന്റെ റോളുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈച്ച് ആൻഡ് എവറി റോൾ, ഓരോ റോളിലും എന്തൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് പേഴ്സണൽ മാനേജർ. ആൻഡ് അക്കോർഡിംഗ് ടു ദ പേഴ്സണൽ റോൾ, പേഴ്സണൽ റോളുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്തൊക്കെ ചെയ്യാനുണ്ട്? ഒന്നാമത്തേത് അഡ്വൈസറി ആയിട്ട് പ്രവർത്തിക്കണം. അഡ്വൈസറി എന്ന് പറഞ്ഞാൽ എന്താ? ഉപദേശക സമിതി, ഇതൊക്കെ കണ്ടല്ലേ നമ്മള്, അല്ലെ? അപ്പൊ ഈ ഏറ്റവും ടോപ്പിലേക്ക് കാര്യങ്ങൾ പലതും മനസ്സിലാക്കി അതിനെ കുറിച്ചിട്ടുള്ള ഒരു തീരുമാനത്തിൽ, ഒരു ഡിസിഷനിലേക്ക് എത്തുന്നതിന് ചില അഡ്വൈസസ് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ശേഖരിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ പേഴ്സണൽസിനെ സംബന്ധിക്കുന്ന, അതായത് നമ്മുടെ ജോലി ചെയ്യുന്ന വിഭാഗം, തൊഴിൽ വിഭാഗത്തെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളിലും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ അവരെ സംബന്ധിക്കുന്ന ഹ്യൂമൻ റിസോഴ്സുകൾ, അതായത് തൊഴിൽ വിഭാഗത്തെ സംബന്ധിക്കുന്ന പല കാര്യങ്ങൾക്കും എന്താ പറയാ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അത് ടോപ്പിലേക്ക് മറ്റു മാനേജ്മെന്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു അഡ്വൈസറി
ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് പേഴ്സണൽ മാനേജർ അണ്ടർ പേഴ്സണൽ റോൾ. പേഴ്സണൽ റോളിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ റോൾ ആണ് അഡ്വൈസറി, അഡ്വൈസിങ് മാനേജ്മെന്റ്. ആരെ അഡ്വൈസ് ചെയ്യാം? മാനേജ്മെന്റ്. എന്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ? വിച്ച് ഹൗ ടു യൂസ് ദ ഹ്യൂമൻ റിസോഴ്സസ് ഇഫക്റ്റീവ്ലി. ഇഫക്റ്റീവായിട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാനേജ്മെന്റിനെ അറിയിക്കുക. അത് ഒന്നാമത്തെ പേഴ്സണൽ റോളിൽ വരാം. പേഴ്സണൽ റോളിൽ 4 കാര്യങ്ങൾ ചെയ്യാനുണ്ട് പേഴ്സണൽ മാനേജർ കേട്ടോ. പേഴ്സണൽ റോൾ എന്ന് പറയുന്ന ഹെഡില് ആൾക്ക് ചെയ്തു തീർക്കേണ്ട 4 പേഴ്സണൽ റോളുകളാണ്. ഒന്നാമത്തെ അഡ്വൈസറി ആയിട്ട് പ്രവർത്തിക്കുക. ആരിലേക്കാണ് അഡ്വൈസ് കൊടുക്കേണ്ടത്? മാനേജ്മെന്റ്. എന്തിനെ സംബന്ധിക്കുന്ന? റിലേറ്റിംഗ് ടു ഇഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സുകളെ എങ്ങനെ ഇഫക്റ്റീവായി യൂസ് ചെയ്യാം. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലാക്കി പെട്ടെന്ന് ഇവിടെ എത്തുന്നോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നോന്നോ എന്തെങ്കിലും ഒരു റിയാക്ഷൻ നിങ്ങളൊന്ന് ചെയ്യണേ. അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാണെന്ന് വിചാരിക്കും, അതുകൊണ്ടാ. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഉറങ്ങാന്ന് വിചാരിക്കുന്നതുകൊണ്ട് വേറെ ഒന്നുമല്ല വിചാരം. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ എന്താ? ഇനി പേഴ്സണൽ റോളിൽ അടുത്ത എന്താ? മാൻ പവർ പ്ലാനിങ് ആണ്. ഈ മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മനുഷ്യ വിഭവങ്ങളുടെ ഒരു പ്ലാനിങ് എന്ന് വെച്ചാൽ എത്ര ആൾക്കാരെ ജോലിക്ക് നമുക്ക് എടുക്കണം, അവരെങ്ങനെ സെലക്ട് ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കണം. അപ്പൊ അതാണ് മാൻ പവർ പ്ലാനിങ്. ഇപ്പൊ എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഒഴിവുകൾ വന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഹൗ ടു ഫിൽ ദാറ്റ് വേക്കൻസി, അവിടെ നമുക്ക് എങ്ങനെ ഫിൽ ചെയ്യാൻ പറ്റും? റിക്രൂട്ട്മെന്റിലൂടെ, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് പുതിയ സ്റ്റാഫുകളെ ഇന്റർവ്യൂ ചെയ്ത്, പുറത്തുനിന്ന് ആളുകളെ ഇന്റർവ്യൂ ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ അവിടെ തന്നെയുള്ള സ്റ്റാഫുകളോട് അറിയിച്ചിട്ട് അങ്ങനെയൊക്കെ ഫിൽ ചെയ്യാൻ പറ്റും. പല രീതിയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ഇതിനെ കുറിച്ച് വിശാലമായിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് വിശദമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ മാൻ പവർ പ്ലാനിങ് സച്ച് ആസ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇതൊക്കെ പേഴ്സണൽ റോളിലാണ് വരുന്നത്. പേഴ്സണൽ മാനേജറുടെ പേഴ്സണൽ റോളിൽ വരുന്ന രണ്ടാമത്തേതാണ് മാൻ പവർ പ്ലാനിങ് സച്ച് ആസ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ എക്സെട്ര. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെൻ. തന്റെ, അതായത് മാനേജറിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ തന്റെ ഒപ്പമുള്ള ആ എംപ്ലോയീസിനെ, മാനേജർ ആണെങ്കിൽ ഒപ്പമുള്ള എന്താ പറയാ ലൈനിലുള്ള ബാക്കിയുള്ള എംപ്ലോയീസിനെ എല്ലാം എന്ത് ചെയ്യുക? കൃത്യസമയത്ത് സമയാസമയങ്ങളിൽ വേണ്ട ട്രെയിനിങ്ങും അതിനനുസരിച്ച് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ, അങ്ങനെയുള്ള കാര്യങ്ങളും ഈ പുള്ളി തന്നെ നോക്കണം. പേഴ്സണൽ മാനേജർക്കാണ് അതിന്റെ ഡ്യൂട്ടി. ഓക്കെ, പേഴ്സണൽ മാനേജർ ഇതൊക്കെ കൈകാര്യം ചെയ്തോളണം. അല്ലാതെ എന്താ പറയാ എംപ്ലോയീസ് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കാണിച്ചു കഴിഞ്ഞാൽ, അതായത് ചെയ്യുന്ന ജോലി തെറ്റായി പോയി, തെറ്റായ രീതിയിലാണ് അവർ ചെയ്തേക്കണേ, അപ്പൊ അത് പേഴ്സണൽ മാനേജറിലേക്ക് വരുള്ളൂ. കാരണം ഹി ഷുഡ് ഗീവ് പ്രോപ്പർ ട്രെയിനിങ് ടു ദാറ്റ് എംപ്ലോയീസ്. അങ്ങനെയുള്ള ജോലിക്കാർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ സൂപ്പർവൈസ് ചെയ്ത് എന്ത് ചെയ്യണം? അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കണം. എന്തെങ്കിലും പോരായ്മകൾ എംപ്ലോയീസിൽ കാണുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടത്, ട്രെയിനിങ് കൊടുക്കേണ്ടത്, അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതൊക്കെ പേഴ്സണൽ മാനേജറിന്റെ ഈ പേഴ്സണൽ റോളിൽ വരുന്നതാണ്. ഓക്കെ, തേർഡ് വൺ അതായിരുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ ആൻഡ് ദ ഫോർത്ത് വൺ ഇൻ പേഴ്സണൽ റോൾ. പേഴ്സണൽ റോളിൽ വരുന്ന 4ാമത്തെ പോയിന്റ് ആണ് മെഷർമെന്റ് ആൻഡ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. അതായത് ഈ ജോലിക്കാരെയൊക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താ പറയുക, ഹ്യൂമൻ റിസോഴ്സുകൾ അവരെ കുറിച്ച് അവരെ മാനേജ് ചെയ്ത് അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ടോപ്പ് മാനേജ്മെന്റിൽ എന്താ പറയാ അവതരിപ്പിക്കുന്ന ഒരു അഡ്വൈസറി ആയിട്ടുള്ള റോൾ പ്രവർത്തിക്കുന്നുണ്ട് പേഴ്സണൽ മാനേജർ. രണ്ടാമത്തേല് മാൻ പവർ പ്ലാനിങ് സച്ച് ആസ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇന്റർവ്യൂ എക്സെട്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളും പേഴ്സണൽ മാനേജർ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ട്രെയിനിങ്ങും ഡെവലപ്മെന്റും, അതായത് ഈ എംപ്ലോയീസിന്, ജോലിക്കാർക്ക്, തന്റെ താഴെയുള്ള എംപ്ലോയീസിനെല്ലാം വേണ്ട ട്രെയിനിങ് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് അതും ഈ പറയുന്ന പേഴ്സണൽ മാനേജറിന്റെ റോൾ തന്നെയാണ്. ആൻഡ് എല്ലാറ്റിലും ഉപരി ഇവർ ചെയ്യുന്ന ജോലി ട്രെയിനിങ്ങും ഡെവലപ്മെന്റും ഒക്കെ ചെയ്തു കൊണ്ടുവന്നു, അതിനുശേഷം he or she have to measure or assess. എന്ത് ചെയ്യണം? ഇവരുടെ ജോലിയുടെ ആ ഒരു ക്വാളിറ്റി മറ്റു കാര്യങ്ങളൊക്കെ അസസ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. എത്രത്തോളം മനോഹരമായി നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് വിലയിരുത്തിയാലേ മനസ്സിലാകുള്ളൂ. അല്ലാണ്ട് ട്രെയിനിങ് കൊടുത്തു അവർ ചെയ്തോളും എന്ന് വിചാരിച്ച് കണ്ണടച്ച് നോക്കിയിരിക്കുകയല്ല ചെയ്യുക. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക മാത്രം ചെയ്താൽ പോരാ. അതിന് മുൻപ് അവർ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ് അസസ് ചെയ്യുക. അത് ഒറ്റയ്ക്കുള്ള ജോലികളാണെങ്കിലും ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ജോലിയാണെങ്കിലും അത് ഒറ്റയ്ക്കും അതുപോലെ ഗ്രൂപ്പായിട്ടൊക്കെ അസസ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ജോലിയാണ് എനിക്ക് തന്നിരിക്കുന്ന ക്ലാസ് നിങ്ങളെ കൃത്യമായ രീതിയിൽ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത്, എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ മനസ്സിലാക്കി തരിക എന്നുള്ളത്, അല്ലെ? അത് എന്റെ ഓൺ ഡ്യൂട്ടിയാണ്. അത് ഒരു മാത്രം. അതിനുശേഷം മാത്രമല്ല ഈ പറയുന്ന ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ മൊഡ്യൂൾസും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നും കൂടി നോക്കണം, അല്ലെ? അത് മാനേജ് ചെയ്യണം. അതും നമ്മൾ നോക്കി അവരെല്ലാവരും ബാക്കിയുള്ള ടീച്ചേഴ്സും എല്ലാവരും എല്ലാ ചാപ്റ്റേഴ്സും എടുക്കുന്നുണ്ടോ, അത് എത്ര രീതിയിൽ നല്ല രീതിയിൽ
എടുക്കുന്നു. ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് ക്ലാസ് എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു ഇവാലുവേഷൻ, ആ ഒരു അസസ്മെന്റ് ഇതും നടത്തണം. ആര്? അത് നമ്മളുടെ ഗ്രൂപ്പായിട്ടുള്ള ആളുകളുടെ എല്ലാവരുടെയും കൂടി ഉള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഗ്രൂപ്പ് ബിഹേവിയറിന്റെ അസസ്മെന്റ് ആണ്. അപ്പൊ ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട ജോലി ഗ്രൂപ്പായിട്ടും ചെയ്തു തീർക്കുന്നുണ്ടോ, ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യേണ്ട ജോലി ഇൻഡിവിജ്വൽ ആയിട്ടും ചെയ്തു തീർക്കുന്നുണ്ടോ എന്നുള്ളത് അസസ് ചെയ്യാൻ, മെഷർ ചെയ്യാം. ദീസ് ആർ ദ personal role under of the personal manager. Personal role മാനേജറിന്റെ പേഴ്സണൽ റോളിൽ വരുന്ന 4 കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ക്ലിയർ ആയോ? 4 പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് പറയാ. ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറയുക. ഓക്കെ. സെക്കൻഡ് ആൻഡ് ദ നെക്സ്റ്റ് വൺ. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയണം കേട്ടാ. മീൻസ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. എനിക്ക് മനസ്സിലാവില്ലെങ്കിൽ ഞാൻ പറയണം. ദാറ്റ് മീൻസ് യു ഈച്ച് ആൻഡ് എവരി വൺ, ഓരോരുത്തരും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അല്ലാണ്ട് എല്ലാവരോടും കൂടി ചോദിക്കുന്നു ഒറ്റ ചോദ്യം എന്നേ ഉള്ളൂ. പക്ഷെ ഞാനിത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെവിയിലാണ് ചോദിക്കുന്നത്. മനസ്സിലായോ, മനസ്സിലാകുന്നുണ്ടോ എന്ന്. അല്ലാണ്ട് ഇത് കുറച്ചു പേരോടാണ് ടീച്ചർ ചോദിക്കണേ. അവര് യെസ് എന്നും ഓക്കെയെന്നും ക്ലിയർ എന്നൊക്കെ പറയുന്നത് അവരുടെ പാടായിരുന്നു വിചാരിച്ചിരിക്കരുത്. വീണ്ടും ഞാൻ പറയാണ്. ഓക്കെ, വെരി ഗുഡ്. ഷമീർ, എന്താണ് ലാസ്റ്റത്തെ പോയിന്റ്? മെഷർമെന്റ് ആൻഡ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ജോലിക്കാരുടെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. തൊഴിലാളികളെ എന്ത് ചെയ്യണം? അവർക്ക് കൊടുത്തിരിക്കുന്ന തൊഴിലുകളൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യണം, അസസ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ആര് ചെക്ക് ചെയ്യണം? മാനേജ്മെന്റ് ചെക്ക് ചെയ്യണം. ബിക്കോസ് അവരുടെ ഓർഗനൈസേഷൻ ആണ്. അവരുടെ ഓർഗനൈസേഷൻ വളരണമെങ്കിൽ ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ് ദോസ് ഹു ആർ വർക്കിംഗ് ഇൻ ദിസ് ഓർഗനൈസേഷൻ മസ്റ്റ് പെർഫോം വെൽ. എന്ത് ചെയ്യണം? എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. അപ്പൊ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പെർഫോമൻസും ആ ടീച്ചേഴ്സ് ഗ്രൂപ്പായിട്ട് അവരവരുടെ കാര്യങ്ങൾ, ഡ്യൂട്ടീസ് വളരെ ക്ലിയർ ആയി ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഉറപ്പുവരുത്തേണ്ടത് ഈ ഓർഗനൈസേഷന്റെ ആവശ്യകതയാണ്, അല്ലെ? അത് പേഴ്സണൽ മാനേജ്മെന്റ് ആയിട്ട് അങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അവരാണ് അതെല്ലാം മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസും, ചില ജോലി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യേണ്ട അതിന്റെ റിസൾട്ട് വരിക. പക്ഷെ ചില ജോലികൾ ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ടേ. മനസ്സിലാവുന്നുണ്ടോ? ഷമീർ മനസ്സിലായി. ഓക്കെ. ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട ജോലികൾ അങ്ങനെ അസസ് ചെയ്യുക. ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യേണ്ട ജോലികളുടെ കൃത്യത അതും അങ്ങനെ അസസ് ചെയ്യുക. ഓക്കെ. ദീസ് ആർ ദ പേഴ്സണൽ റോൾസ് ഓഫ് പേഴ്സണൽ മാനേജർ. പേഴ്സണൽ മാനേജറിന്റെ പേഴ്സണൽ റോൾസിൽ വരുന്നതാണ് ഇതെല്ലാം. ഇനി രണ്ടാമത്തേത് വെൽഫെയർ ആണ്. വെൽഫെയർ, ക്ഷേമം എന്നുവെച്ചാൽ സുഖ സൗകര്യങ്ങളൊക്കെ, അല്ലെ? ഒരു ക്ഷേമത്തിലുള്ള ഒരു റോളാണ് ഇനി പേഴ്സണൽ മാനേജറെ നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്. അതായത് ആ ഓർഗനൈസേഷനിലെ തൊഴിലാളികളുടെയും തൊഴിലാളികൾ റിലേറ്റ് ചെയ്തിരിക്കുന്ന തൊഴിലാളികളും ആ ഓർഗനൈസേഷനും തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഗവേഷണത്തിലൂടെയൊക്കെ കണ്ടുപിടിക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് വെച്ചാൽ, പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ മാറ്റേഴ്സ് ആണ്. അതായത് ആ സംരംഭ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കാം, തൊഴിലിന്റെ എന്തെങ്കിലും പ്രത്യേകതകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അതിലൊക്കെ ചില ഗവേഷണങ്ങളൊക്കെ നടത്തണം. എന്ന് വെച്ചാൽ സ്മൂത്ത് ഫങ്ഷനിങ് ആണ്. ഓർഗനൈസേഷന്റെ എല്ലാ കാര്യങ്ങളും A to Z എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എന്ത് ചെയ്യണം? സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യണം. അവിടെ യാതൊരു തരത്തിലുള്ള മറ്റ് എന്താ പറയാ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറയും നമ്മൾ അതിന്, എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് പോരായ്മകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ കൃത്യമായിട്ട് ഒരു ലാഗ് ഇല്ലാതെ എല്ലാം ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യണം. അങ്ങനെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? പേഴ്സണൽസും ഓർഗനൈസേഷനും പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി ആ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുക. അപ്പൊ അതിനുള്ള റിസർച്ച് നടത്തി ആണ് എന്ത് ചെയ്യേണ്ടത്? വെൽഫെയർ റോളില് പേഴ്സണൽ മാനേജർ ആക്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ, സം സർവീസസ്. ചില സേവനങ്ങൾ അധികമായിട്ട് അവിടെ ഹ്യൂമൻ റിസോഴ്സുകൾക്ക്, അതായത് മാൻ പവറിന്, തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടി വരും. സച്ച് ആസ് ഉദാഹരണം പറയുന്നത് ക്യാൻറ്റീൻസ്, അതുപോലെ തന്നെ ക്രഷസ് ഒക്കെ. എന്താ ക്യാൻറ്റീൻ? നമുക്കറിയാം, എന്താ പറയാ, ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇപ്പൊ ഹോസ്പിറ്റൽസിലൊക്കെ മിക്കവർക്കും ഉണ്ട് ക്യാൻറ്റീൻ, അല്ലേ? എന്താ കാരണം? അവിടെ ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ എന്താ പറയാ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, അല്ലെ? അവിടുത്തെ ഹോസ്പിറ്റൽസിന്റെ മെനു പ്രകാരം അവർക്ക് ഡയറ്റീഷ്യന്റെ ഒക്കെ മെനു പ്രകാരമൊക്കെ ചില ഹോസ്പിറ്റൽസിലൊക്കെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അപ്പൊ രോഗികൾക്ക് അധികം എന്താ പറയാ ഒത്തിരി ദഹനക്കേട് വരുത്തുന്ന ഭക്ഷണമോ അങ്ങനെയൊക്കെ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ആ രീതിയിലുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാൻറ്റീൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെനിഫിറ്റബിൾ ആണ്. എന്താ പറയാ നമ്മുടെ പേഷ്യൻസിനെ കാണാൻ വരുന്നവരോ വിസിറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഒക്കെ
അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്തിരി പ്രൈസിലൊക്കെ ഇത്തിരി കുറവുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ചൂടുള്ള നല്ല എന്താ പറയാ ഫുഡൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് എംപ്ലോയീസിനോട് ജോലി ചെയ്യുന്നവർക്ക് ഇതൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് വീട്ടിൽ നിന്ന് തുടങ്ങി കൊണ്ടുവന്നു ഉച്ചവരെ വെച്ചു തണുത്തു അല്ലെ. ഒന്നാമത്തെ ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ ക്ഷീണിക്കും. പിന്നെ ഈ തണുത്ത ഭക്ഷണം കൂടി കഴിച്ച് അല്ലെ അതിന് പകരം ചൂടുള്ള നല്ല ഭക്ഷണമൊക്കെ അതൊക്കെ ക്യാൻറ്റീൻസിൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസിനും ക്യാൻ ഡിപ്പെൻഡ് അപ്പോൺ ദാറ്റ് ഫുഡ്. ആൻഡ് ഓൾസോ അതൊക്കെ കുറച്ച് പ്രൈസ് കുറവൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒത്തിരി ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് നേരത്തെ പുറപ്പെടുന്നത് കൊണ്ട് ഫുഡൊന്നും കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സർവീസസ് കൂടി ഹോസ്പിറ്റൽസിൽ അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ മൊത്തമുള്ള കാര്യമുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു വെൽഫെയർ ആണ്, ഒരു ക്ഷേമമാണ്. അതുപോലെ ക്രഷസ്. എന്താ ക്രഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില പീപ്പിൾ ദോസ് ആർ വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ, ഹോസ്പിറ്റലിലോ മറ്റു തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇൻ ബിറ്റ്വീൻ നമുക്കറിയാം ഡെലിവറി ഒക്കെ കഴിഞ്ഞു, കൊച്ചുകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ദിവസത്തേക്ക് മെറ്റർണിറ്റി ലീവ് ഒക്കെ കിട്ടും. പക്ഷെ അതിനുശേഷം ഇത്ര ദിവസത്തിനുള്ളിൽ റിജോയിൻ ചെയ്യണം അല്ലെ ജോലിക്ക്. ആ ജോലിയിൽ നമുക്ക് വിട്ടുപോരാൻ നമുക്ക് പറ്റുന്നില്ല, നമ്മളെ വിട്ടുകളയാൻ അവർക്കും പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ജോലിക്കാരെയാണെങ്കിൽ ഏത് വില കൊടുത്തും അവരെ ഹോൾഡ് ചെയ്ത് എന്ത് ചെയ്യും, ഓർഗനൈസേഷൻ വെക്കും. അങ്ങനെയല്ലേ അങ്ങനെയല്ല ഒരു രീതി. അതാണോ ശരിയാണോ ഞാൻ പറഞ്ഞത്? അതായത് ഒരു എംപ്ലോയി എത്രത്തോളം എഫിഷ്യന്റ് ആണ്, അവരുടെ എഫിഷ്യൻസിയെ ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് ലൈഫ് ലോങ് ഒരു ജോലി സ്ഥാപനത്തിൽ ജോലി കിട്ടി കഴിഞ്ഞാൽ എന്നൊന്നും അവിടെ തന്നെ നിൽക്കാം അല്ലെ. അങ്ങനെയുള്ളവര് ഞങ്ങൾ പോവുകയാണെങ്കിൽ എനിക്ക് ഇതിനേക്കാളും ബെറ്റർ സാലറി കിട്ടുന്ന സ്ഥലം. പക്ഷെ അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, നമ്മളുടെ ബുദ്ധിയും ശക്തിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി കണക്കിലെടുത്ത് നോക്കുമ്പോൾ നമ്മളെ വിട്ടു കളഞ്ഞാൽ നമുക്ക് ആ ഓർഗനൈസേഷൻ വലിയൊരു ലോസ് നഷ്ടമാണെന്ന് മനസ്സിലാക്കിയാൽ അവരെന്ത് ചെയ്യും, വേഗം തന്നെ ഡിസിഷൻ മാറ്റും, സാലറിക്ക് കൂടുതൽ ഓഫർ ചെയ്യും അല്ലെ. ഏത് വിധേനയും അവരെ ഹോൾഡ് ചെയ്യാൻ നോക്കും. അപ്പൊ അങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നറിയാമോ, ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ അപ്പൊ തിരിച്ച് വീണ്ടും ജോലിക്കൊക്കെ വരുമ്പോൾ വീട്ടിലെ കുട്ടികളെ കുഞ്ഞു ശിശുക്കളൊക്കെയാണ് ഇൻഫൻസ് ഒക്കെയാണ് നോക്കാനായിട്ടൊക്കെ ആരുമില്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളൊക്കെ നോക്കാനായിട്ടോ ഒക്കെ ഉള്ള ഒരു ചെറിയൊരു സ്ഥാപനം പോലെ ക്രഷസ് അല്ലെ. നമ്മൾ എന്താ പറയാ പ്ലേ സ്കൂൾ എന്നൊക്കെ പറയും അല്ലെ. പ്ലേ സ്കൂളിൽ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളൊക്കെയാണ് നോക്കുക. അതല്ലാതെ ഈ കുട്ടികളെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോ ജോലിയിൽ നിന്ന് വിട്ടുപോകേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ വന്നാൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ കൂടി ചില ഓർഗനൈസേഷൻസ് ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വെൽഫെയർ, അതൊക്കെ വെൽഫെയറിനകത്ത് വരുന്നതാ. വെൽഫെയർ റോൾ ഇതൊക്കെ ചെയ്യേണ്ടത്, ക്ലിയർ ചെയ്യേണ്ടത് പേഴ്സണൽ മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആയോ? മാനേജിങ് സർവീസസ് ലൈക്ക് ക്യാൻറ്റീൻസ്, ക്രഷസ് എക്സെട്ര. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? പറയ്. ഓക്കെ. നെക്സ്റ്റ് മൂന്നാമത്തേത് എന്താ? ഗ്രൂപ്പ് ഡൈനമിക്സ് ആണ്. ഗ്രൂപ്പ് ഡൈനമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസിനെ ഗ്രൂപ്പായിട്ട് കൗൺസിലിംഗ്, അവർക്ക് വേണ്ട മോട്ടിവേഷൻസ്, അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ, അതുപോലെ അവരോടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഗ്രൂപ്പ് ഡൈനമിക്സിൽ നടക്കുക. അതായത് പേഴ്സണൽ മാനേജർ ഹാവ് ടു മേക്ക് സം ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻസ്, ലീഡർഷിപ്സ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസ്. അതായത് ഇവരുമായിട്ട് തൊഴിലാളികളുമായിട്ട് അവരെ ഗ്രൂപ്പായിട്ട് അവരെയൊക്കെ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. മാത്രമല്ല അവരോട് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്രൂപ്പായിട്ട് ഒരു മീറ്റിംഗും മറ്റൊക്കെ കണ്ടക്ട് ചെയ്യുക. ഇതെല്ലാം ആരുടെ റോളിൽ പെട്ടതാണ്? പേഴ്സണൽ മാനേജറിന്റെ. ഏത് റോളിലാണ് വരിക? ക്ലിനിക്കൽ റോളിലാണ്. ഈ പെട്ടി മൊത്തം ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യുന്നത്. NB ബോക്സിന്റെ മുകളിൽ ഇട്ട് വെച്ചാൽ മതി. കാരണം ഈ ഇതിനകത്തുനിന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കും, എന്താ പറയാ, അഡ്വൈസിംഗ് മാനേജ്മെന്റ് ഓൺ ഇഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് കംസ് അണ്ടർ ഡാഷ് റോൾ ഓഫ് പേഴ്സണൽ മാനേജർ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? പേഴ്സണൽ റോൾ ഓഫ് പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, പേഴ്സണൽ മാനേജറിന്റെ പേഴ്സണൽ റോളിലാണ് ആ ഒരു കാര്യം വരിക. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇടയിൽ ഓരോന്നൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ റോൾ എന്നുള്ളത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? 3 പോയിന്റുകളാണ്, 3 എന്താ പറയാ വെൽഫെയർ റോളുകളാണ് പേഴ്സണൽ മാനേജർക്കുള്ളത്. 3 മനസ്സിലായോ? ഒന്നാമത്തേത് പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷൻ പ്രോബ്ലംസിൽ റിസർച്ച് ചെയ്യുക. 2 മാനേജിംഗ് സർവീസസ് ലൈക്ക് ക്യാൻറ്റീൻസ് ആൻഡ് ക്രഷസ്. 3-ാമത്തേത് ഗ്രൂപ്പ് ഡൈനമിക്സ് ആണ്. ദാറ്റ് മീൻസ് ഗ്രൂപ്പ് കൗൺസിലിംഗ്, ഗ്രൂപ്പ് മോട്ടിവേഷൻസ്, കമ്മ്യൂണിക്കേഷൻസ്, ലീഡർഷിപ്സ് എക്സെട്ര. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുക. 2-ാമത്തെ വെൽഫെയർ റോളിലെ 3 പോയിന്റും ക്ലിയർ ആണോ? ക്ലിയർ? ക്രഷസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞേ, അതായത് കൊച്ചു കുട്ടികളൊക്കെ നോക്കുന്ന സ്ഥലം, ചെറിയ കുട്ടികളെ, അതായത്
എല്ലാവരുടെയും അവിടെ ജോലി ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആളുകള് എന്താ പറയാ ജോലിക്കൊക്കെ കയറി കുറച്ച് കഴിഞ്ഞപ്പോ ഇന്ത്യയിൽ അവര് എന്താ പറയാ കുട്ടിയൊക്കെ ഉണ്ടായി. അപ്പൊ മെറ്റേണിറ്റി ലീവ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്കറിയാലോ പ്രസവത്തിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ദിവസമൊക്കെയാണ് ലീവ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് റിജോയിൻ ചെയ്യണം ജോലിക്ക്. വേണ്ടേ? അതൊന്നും വേണ്ടേ? വേണം. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കൊച്ചുങ്ങളെ നോക്കാനുള്ളത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇട്ടിട്ട് പോകാം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ പോകാൻ പറ്റിയെന്ന് വരില്ല. ചില ആളുകള് അത്രയ്ക്ക് അവർക്ക് അങ്ങനെ വേണ്ട, നിങ്ങള് കൊച്ചിനെ ഇപ്പൊ നോക്കാനുള്ള സൗകര്യമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാണ്, ജസ്റ്റ് ലീവ് ദാറ്റ് എംപ്ലോയ്മെന്റ് അല്ലെ, നമുക്ക് ആ ജോലി ഉപേക്ഷിക്കേണ്ടി വരും. അപ്പൊ ആ കാരണങ്ങൾ. പക്ഷെ ചില സ്ഥാപനങ്ങൾ, ചില ഓർഗനൈസേഷൻസ്, ചില എംപ്ലോയ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യില്ല, അത്തരം ചില പ്രഗത്ഭരായ അല്ലെങ്കിൽ ഭയങ്കര കഴിവുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള ചില എംപ്ലോയീസിനെ വിട്ട് കളയാൻ താല്പര്യം കാണിക്കില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ചില സൗകര്യങ്ങൾ, ചില സേവനങ്ങൾ കൂടി ഇങ്ങനെയുള്ള എംപ്ലോയീസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. സോ ദാറ്റ് ഈ പറയുന്ന കൊച്ചുകുട്ടികളൊക്കെ അവരവിടെ നോക്കുന്നു, ഇവരിൽ ജോലിയൊക്കെ കഴിയുമ്പോൾ തിരിച്ച് കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പോകാം. അങ്ങനെയുള്ള ചെറിയ അത്തരം സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം, കൊച്ചുകുട്ടികളെ നോക്കുന്ന സ്ഥലം. ക്രഷസ് കേട്ടിട്ടില്ല? അപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് മിക്കവരും ജോലിക്ക് പോകുന്ന ആളുകളുടെ കുട്ടികളെ നോക്കാനായിട്ട്. ഇത് ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ ചില ആളുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില ഓർഗനൈസേഷൻസ്, ബിസിനസ് സ്ഥാപനങ്ങൾ അവിടെ തന്നെ എന്താ പറയാ അത്തരം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡേ കെയർ എന്ന് പറയുമ്പോഴും ഈ ഡേ കെയർ എന്ന് പറഞ്ഞാൽ എന്താ, അത് നമ്മൾ പുറത്ത്, അതായത് എന്താ പറയാ പുറത്ത് എവിടെയെങ്കിലൊക്കെ കുട്ടികളെ നോക്കാനായിട്ട്, ദിവസത്തേക്കൊക്കെ നോക്കാനായിട്ട് ഈവനിങ്ങില് ജോലി ഉള്ള ആൾക്കാർ ഇത് ഓർഗനൈസേഷനിൽ പിന്നെ ചെയ്യുന്നുണ്ട്. ഒരു ടൈപ്പ് ഓഫ് ഡേ കെയർ തന്നെ. ചില ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അകത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ സേവനമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക്. അതിന് വലിയ ഫീസോ എമൗണ്ടോ ഒന്നും വാങ്ങിക്കുന്നില്ല. അഡ്മിഷൻ ചാർജ് ഒക്കെ കൊടുക്കണമല്ലോ ഡേ കെയറിലേക്ക് കൊണ്ടുവന്ന് ആക്കണമെങ്കിൽ. വേണ്ടേ? അഡ്മിഷൻ ഫീസ് ഒക്കെ ഇല്ലേ ഡേ കെയർ സ്ഥാപനങ്ങൾ ഇതിന് വേണ്ടിയിട്ടാ. അവർക്കും ഇതൊരു തരം എന്താ പറയാ ബിസിനസ് തന്നെയാണ്. കുട്ടികൾ ഇതുപോലെ ജോലിക്ക് പോകുന്ന പാരന്റ്സ് ഒക്കെ ഉള്ളവരുടെ കൊച്ചുകുട്ടികളൊക്കെ നോക്കുന്ന സ്ഥാപനം. അപ്പൊ അതിന് ഡൊണേഷൻ ഉണ്ടായിരിക്കും, മന്ത്ലി ഫീസ് ഉണ്ടായിരിക്കും. ഇല്ലേ? അങ്ങനെയല്ലേ? പക്ഷെ ഇതൊരു സർവീസാണ്. അവിടെ ഫീ ഇല്ല, ഇവിടെ ഇല്ല ട്രഷേഴ്സിനകത്ത്. കാരണം അത് എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു സേവനമാണ്. എംപ്ലോയീസിന്റെ കൊച്ചുകുട്ടികളെ ഇതുപോലെ നോക്കുന്ന ട്രഷേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഉണ്ടാകുന്ന ക്ലറിക്കൽ റോൾ. ഇനി പേഴ്സണൽ മാനേജർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലറിക്കൽ റോളുമായിട്ട് ബന്ധപ്പെട്ടത്? ക്ലർക്കിന്റെ വർക്കുകൾ എന്തൊക്കെയായിരിക്കാം? ഒന്ന് ടൈം കീപ്പിംഗ്. ഇതിന്റെ ടൈം കീപ്പിംഗ് കൃത്യമായ സമയത്തിന് എംപ്ലോയീസ് വരെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടോ? വരുന്നത് ലേറ്റ് ആയിട്ടാണോ? അങ്ങനെയൊക്കെ എല്ലാം കൃത്യമായി വരുന്നുണ്ട്. ഇന്ന് അതിന് വേണ്ടിയിട്ടൊക്കെ എന്തുണ്ട്, എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസിലും പഞ്ചിങ് സിസ്റ്റംസ് അല്ലെ, പഞ്ചിങ് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇന്ന് പഞ്ച് ചെയ്തിട്ടാണ് അതുകൊണ്ട് വരാം. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും എത്ര സമയത്തിന് കയറി എന്നൊക്കെ അല്ലെ. അപ്പൊ പഞ്ചിങ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഇത് മനുഷ്യന്മാര് ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടാണ് ആളുകൾ വരുമ്പോ അറ്റൻഡൻസ് ഇടുന്നു, പോകുമ്പോ ഇന്ന സമയത്ത് പോയി അങ്ങനെ ടൈമും എക്സിറ്റ് ചെയ്യുന്ന സമയമൊക്കെ എഴുതി വെക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ടൈം കീപ്പ് ചെയ്യുക ആരുടെ? എംപ്ലോയീസിന്റെ, പേഴ്സണൽസിന്റെ, തൊഴിലാളികളുടെ ഒക്കെ ടൈം കീപ്പ് ചെയ്യുന്ന ജോലി പേഴ്സണൽ മാനേജർക്കാണ്. ആ ബുക്കൊക്കെ കൃത്യമായി വെക്കുക, മാസം അതൊക്കെ നോക്കുക, അതൊക്കെ വെരിഫൈ ചെയ്ത് അതിന്റെ റിപ്പോർട്ടൊക്കെ ടോപ്പ് മാനേജ്മെന്റിലൊക്കെ അറിയിക്കണമെങ്കിൽ അറിയിക്കുക. സ്ഥിരമായിട്ട് വൈകി വരുന്ന ആൾക്കാർ ഇവരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുക. ആരെ? ടോപ്പ് മാനേജ്മെന്റിനെ അറിയിക്കണം. കാരണം അത് അറിയണമല്ലോ. ദെൻ സാലറി, വേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ഓരോ ജോലിക്കാർക്കും പ്രൊവൈഡ് ചെയ്യേണ്ട സാലറി, അവർക്ക് കിട്ടേണ്ട വേജസോ അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള ഇൻസെന്റീവ്സ് എന്താ, മറ്റേ ആനുകൂല്യമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ മറ്റു ആനുകൂല്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്തൊക്കെ വെക്കേണ്ടത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ മാനേജറിന്റെ ക്ലറിക്കൽ റോളിൽ വരുന്നതാണ്. പിന്നെ ഈ പറയുന്ന റെക്കോർഡുകളെല്ലാം പലതരത്തിലുള്ള റെക്കോർഡ്, ഇപ്പൊ ടൈം കീപ്പിങ്ങിന്റെ കാര്യം പറഞ്ഞു, വേജസും സാലറി ഒക്കെ എത്രയൊക്കെയാണെന്ന് അത് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ ഇതിന്റെയൊക്കെ റെക്കോർഡ്സ് ഉണ്ട്. റെക്കോർഡ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ബൈ പേഴ്സണൽ മാനേജർ. ഈ റെക്കോർഡുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് പേഴ്സണൽ മാനേജറാണ്. ഓക്കെ, ക്ലറിക്കൽ റോളിലാണ് വരിക. പിന്നെ ഹ്യൂമൻ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ മാൻ മെഷീൻ റിലേഷൻഷിപ്പ്. അതായത് അവിടെയുള്ള ജോലിക്കാര് അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള മെഷീൻസ്, അവർ ഉപയോഗിക്കുന്ന മെഷീൻസ്, അതുതമ്മിലുള്ള കാര്യങ്ങൾ, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ മെയിൻ്റെനൻസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഞ്ചിനീയറിംഗിലൂടെ, അതായത് അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതായത് മാനും മെഷീനും ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ മെഷീൻ ഉപയോഗിക്കുന്ന മെഷീൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ മെയിൻ്റെനൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. ഇടയ്ക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തൊരു അങ്ങനെയുള്ള മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ വന്നാൽ അവിടെ ഡിലേ ആയി പോയി കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം അവിടെ എന്താ പറയാ ജോലി ഇല്ലാതെ ബ്രേക്ക് ഡൗൺ ആവും അല്ലെ.
അപ്പൊ അത്തരം ബ്രേക്ക് ഡൗൺസ് ഓർഗനൈസേഷന്റെ ഗോളിനെ എന്താ പറയുക എഫക്ട് ചെയ്യും. അതില്ലാതിരിക്കാൻ തടസ്സമില്ലാതെ ആ മാൻ മെഷീൻ ഓപ്പറേഷൻസ് ഒക്കെ കൃത്യമായി നടന്നു പോകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം പേഴ്സണൽ മാനേജർ. പേഴ്സണൽ മാനേജർ ആണ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ക്ലറിക്കൽ റോൾസ്. അപ്പൊ ക്ലിയർ ചെയ്ത് കൊടുക്കുക, എല്ലാം ക്ലിയർ ചെയ്യുക, ടൈം എല്ലാം ക്ലിയർ ചെയ്ത് വ്യക്തമാക്കി വരുന്നേം പോകുന്നതൊക്കെ ടൈം കീപ്പ് ചെയ്യുന്നത്, സാലറി വേജസ് മറ്റ് ഇൻസെന്റീവ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യുക. ഓൾ ദീസ് റെക്കോർഡ് ഷുഡ് ബി മെയിൻറ്റെയിൻ. ഇതെല്ലാം തന്നെ റെക്കോർഡബിളാക്കി മെയിൻറ്റെയിൻ ചെയ്യുക. ഹ്യൂമൻ എഞ്ചിനീയർ ദാറ്റ് ഈസ് മാൻ മെഷീൻ ഓപ്പറേറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യുക. ഓക്കെ, മനസ്സിലായോ ക്ലറിക്കൽ റോൾ വരുന്നത്? ഓരോ റോള് കണ്ട് ഏകദേശം നമുക്ക് അത് കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് ദ ഫോർത്ത്, നാലാമത്തേത് ഏതാണ്? ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ. ഇവിടെ ഇത്തിരി ഫൈറ്റിംഗ് തന്നെയാണ്. ആ വേർഡിൽ തന്നെ നമുക്ക് ആ ഒരു കാര്യം ക്ലിയർ ആക്കാൻ പറ്റും. ഇവിടെ ഏറ്റവും ആദ്യം പറയുന്നത് ഗ്രീവിയൻസ് ഹാൻഡിലിംഗ്. എന്താ ഗ്രീവിയൻസ് എന്ന് പറയുന്നത്? അതായത് എന്താ പറയാ, കംപ്ലൈന്റുകളാണ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല ആളുകളും ഒക്കെ ആയിട്ടൊക്കെ വരുന്നവരാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടേതായ, അതായത് ആസ് എൻ എംപ്ലോയി, ഒരു എംപ്ലോയി എന്ന രീതിയിൽ നമ്മളുടെ അവകാശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ചിലപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് സംഘടിതമായിട്ട് കളക്റ്റീവായിട്ട് പല കാര്യങ്ങൾക്കും കംപ്ലൈന്റുകൾ ഉയർത്താറുണ്ട്. പല ഓർഗനൈസേഷൻസിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല, മിക്കവർക്കും ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത് പേഴ്സണൽ മാനേജറാണ്. അങ്ങനെയുള്ള കംപ്ലൈന്റുകൾ, ഗ്രൂപ്പായിട്ടുള്ള കംപ്ലൈന്റുകളൊക്കെ കേൾക്കുക, പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കേൾക്കുക, അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം. അതിനെയാണ് കളക്റ്റീവ് കംപ്ലൈന്റ്സ് ആണ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ കൂട്ടായിട്ടുള്ള കംപ്ലൈന്റുകൾ, പരാതികൾ ഇങ്ങനെ എഴുതി നിരത്തിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെല്ലാം നോക്കി മാനേജ് ചെയ്യേണ്ടത്, ഹാൻഡിൽ ചെയ്യേണ്ടത് പേഴ്സണൽ മാനേജറാണ്. അങ്ങനെയുള്ള പരാതികളൊക്കെ വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും തരത്തിൽ ആ പരാതിയൊക്കെ എന്തായി മാറും? പിന്നീട് ചിലപ്പോൾ പല തർക്കങ്ങളിലേക്ക് പോകും. സോ ദാറ്റ് ഡിസ്പ്യൂട്ട് ഷുഡ് ബി സെറ്റിൽഡ്. അങ്ങനെയുണ്ടെങ്കിൽ ആ തർക്കങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതിലേക്ക് പോകുക. അതുകൊണ്ടാണ് ഇതൊക്കെ തർക്കവും കംപ്ലൈന്റും പരാതിയൊക്കെ കൂടി അതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും തർക്കമായി മാറും. തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ നല്ല രീതിയിൽ സെറ്റിൽ ചെയ്യാനായിട്ട് നോക്കാം. ആൻഡ് അത് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് എന്താ പറയാ ഡിസിപ്ലിനറി ആക്ഷൻസ്. അതായത് ചില ആളുകളൊക്കെ എന്താ പറയാ ചില അച്ചടക്ക ലംഘനമൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിനെതിരെയുള്ള ആക്ഷൻസ് ഒക്കെ അവർക്ക് എടുക്കാനുള്ള അധികാരമുണ്ട്. പേഴ്സണൽ മാനേജർക്ക് അച്ചടക്ക ലംഘനം അല്ലെങ്കിൽ അച്ചടക്കം പാലിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആക്ഷൻസ് എടുക്കുക. അപ്പൊ അങ്ങനെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് ഇവരെയൊക്കെ നിയന്ത്രിച്ച് കൂട്ടി നിർത്തി കൊണ്ടുപോകേണ്ടത് പേഴ്സണൽ മാനേജറാണ്. ഇനി മാത്രമല്ല, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളിൽ അവസാനം വരുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ് ആണ്. എല്ലാവരും കൂടി ചേർന്നിട്ട് പല അവകാശങ്ങളും ഉന്നയിക്കും. പരാതിയല്ല, അത് ഗ്രീവിയൻസ് ഹാൻഡിലിംഗ് അതല്ല, ഇത് അവകാശമാണ്. ഞങ്ങൾക്ക് ഇത്ര സമയം ഞങ്ങൾ ജോലി ചെയ്യുന്നു, സോ ഞങ്ങൾക്ക് എത്ര സാലറി കിട്ടണം, ഇത്രയും അധികം സമയം ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ കൂടിയാണ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞത്, വിലപേശൽ. അപ്പൊ കളക്റ്റീവായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി വിലപേശാം. അങ്ങനെയുള്ള കളക്റ്റീവ് ബാർഗെയിനിങ് ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടതും പേഴ്സണൽ മാനേജർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ കുറച്ച് എന്താ പറയാ ഈ തർക്കങ്ങൾ, പരാതികള്, അതുപോലെ തന്നെ വിലപേശൽ, ഇതൊക്കെയാണ് ഇതിനകത്ത് വരിക. ഏതില്? ലീഗൽ റോളിൽ വരിക, അതായത് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളില് വരുന്നത്. ക്ലിയർ ആയോ? ഗ്രീവിയൻസ് ഹാൻഡിലിംഗ്, പരാതികളെ ഹാൻഡിൽ ചെയ്യുക, തർക്കങ്ങൾ സെറ്റിൽ ചെയ്യുക, ഡിസിപ്ലിനറി ആക്ഷൻസ് ഹാൻഡിൽ ചെയ്യുക, അച്ചടക്ക പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ഹാൻഡിൽ ചെയ്യുക, കളക്റ്റീവ് ആയിട്ടുള്ള ബാർഗെയിനിങ് അതായത് കൂട്ടായിട്ടുള്ള വിലപേശല് എന്ത് ചെയ്യുക, നേരിടുക. ഇതെല്ലാം പേഴ്സണൽ മാനേജറുടെ എന്തിൽ വരുന്നതാണ്? ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളിൽ വരുന്നതാണ്. അപ്പൊ ഇതെല്ലാം തന്നെ 4 രീതിയിലുള്ള, അത് കൺവീനിയൻസിനാണ്, അതായത് നമ്മളിങ്ങനെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പേഴ്സണൽ മാനേജറുടെ ഈ റോളുകളെ ഇങ്ങനെ 4 ആയിട്ട് സൗകര്യപ്രദമായ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. Is it clear? പെട്ടി മനസ്സിലായോ ഫുള്ളും? Any doubt? Anybody? ഇല്ല. ഓക്കെ ആണല്ലോ? യെസ്. സോ നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മള് ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിക്കുന്നത്. പക്ഷെ എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും ഇഷ്ടംപോലെ എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട് അല്ലെ, ഒരുപാട് ജോലിക്കാരുണ്ട്. അപ്പൊ ഇവരെ എല്ലാവരെയും മാനേജ് ചെയ്യണം.
അതിന്റെ തൊഴിലാളികളെല്ലാം മാനേജ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചില പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സുകൾ, ഓരോ ഓർഗനൈസേഷനിലുമുള്ള പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സുകൾ പ്രധാനമായിട്ടും കുറച്ചുണ്ട്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. 8 ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മാനേജ്മെന്റ് പ്രോസസ്സുകൾ? പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ലീഡർഷിപ്പ് പ്രോസസ് ആണ്. എന്താ ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറഞ്ഞാൽ? ഇൻഫ്ലുവൻസിങ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ. അതായത് ഒരു ഓർഗനൈസേഷൻ അത് ലക്ഷ്യം വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒറ്റയ്ക്കും അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടും ഉള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുക, സ്വാധീനിക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എന്താ പറയാ, ഒരു പേഴ്സണൽ മാനേജ്മെന്റ് അതാണ്. പേഴ്സണൽ മാനേജർ എന്ന് പറയുന്ന ആ ആളാണ് ആ പറയുന്ന കാര്യങ്ങൾ മാനേജ് ചെയ്യട്ടെ. അപ്പൊ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയിരുന്നു. അതിനെന്ത് വേണം? ഇതിനകത്തുള്ള എല്ലാ എംപ്ലോയീസിനെയും ഒറ്റയ്ക്കും ഗ്രൂപ്പായും ഇവരെ സ്വാധീനിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ള രീതിയിൽ. അതിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് പ്രോസസ് എന്ന് വിളിക്കുക. ഞാനൊരു ലീഡർ ആണെങ്കിൽ എന്നിൽ എന്താ പറയാ ലക്ഷ്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ ആ ഒരു ടീമിലുള്ള അല്ലെങ്കിൽ അവിടെയുള്ള ജോലിക്കാരെ, തൊഴിലാളികളെ മുഴുവനും ആ രീതിയിൽ ആക്കുക. അവിടെ ഒറ്റയ്ക്കോ ഗ്രൂപ്പായിട്ടോ അവരെ എല്ലാവരെയും അതിനു വേണ്ടിയിട്ട് ആ കൂട്ടായ പ്രവർത്തനങ്ങൾ, അവരുടെ ഒക്കെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്യുക? ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിന് വേണ്ടി ഒരുക്കുക, എല്ലാവരും അതിനുവേണ്ടി സ്വാധീനിക്കുക. അതാണ് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത് ഓരോ പ്രോസസ്സും ഇമ്പോർട്ടന്റ് ആണ്. 8 ഉണ്ട്. 8 പ്രോസസ്സും ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് കുറച്ച് ഭാഗം മുഴുവനും ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലീഡർഷിപ്പ് പ്രോസസ് 8 പ്രോസസ്സുകളുണ്ട്. ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുക. എന്തിനാ? ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾ. ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടും ഓരോരുത്തരെയും എന്ത് ചെയ്യുക? ഇൻഫ്ലുവൻസ് ചെയ്യുക. അതാണ് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. ഓരോ പ്രോസസ്സിനും കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് എളുപ്പം ഓർമ്മയിൽ കൊണ്ടുവരാനായിട്ട് അങ്ങനെ കണക്ട് ചെയ്ത ചില വേർഡുകളോ ഫ്രേസുകളോ അങ്ങനെ ഉപയോഗിച്ച് വെക്കുക. മനസ്സിലായത്? ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് ഒന്നാമത്തേത് ലീഡർഷിപ്പ് പ്രോസസ്സിനകത്തേത് ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ലീഡർഷിപ്പ് പ്രോസസ് ആണെന്ന് മനസ്സിലാകും. ക്ലിയർ ആയോ? മനസ്സിലായോ? ലീഡർഷിപ്പ് പ്രോസസ് മനസ്സിലായോ? മനസ്സിലായെന്ന് പറയാനില്ല. പറയാൻ പറ്റിയ ആൾക്കാര് യെസ്. ഒരാൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രണ്ടിലേക്ക് പോകും. ഒരാൾ മനസ്സിലായില്ല, അതാണ് പോയത് കൂടി പറയുമെന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും പറയും. ഇവിടെ ഒരാൾക്കും എന്താ പറയാ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോരുത്തർക്കും പ്രാധാന്യം. ഷമീർ പറഞ്ഞത് മനസ്സിലായില്ലെന്നാണോ മനസ്സിലായി എന്നാണോ പറയാം? വേണമെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് പോകാൻ പ്ലീസ്. ഷമീറിനുണ്ടായി നിങ്ങളുടെ പേരാണ് കേട്ടോ. നിങ്ങള് ആരാണ്? ചിലപ്പോ ഹസ്ബൻഡുമാരുടെയൊക്കെ ഫോണില് കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ പലതും നമുക്ക് ഇപ്പൊ അറിയാറുണ്ട്, പിള്ളേർ പറയാറുണ്ട്. ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താ? അതൊന്ന് പറഞ്ഞേ. എന്താണ് ഏത് ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? എല്ലാ ബിസിനസ് സ്ഥാപനത്തിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം പറയും. നിങ്ങൾ പറയുള്ളൂ. ഞാൻ ഒച്ച ഉണ്ടാക്കി വരത്തില്ല. പറയേ, എന്താണ് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം? ഇതൊരു ഓർഗനൈസേഷനാണ്. ഇതൊരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷനാണ്. ഒരു വിദ്യാഭ്യാസം നൽകുന്ന പല രീതിയിലുള്ള ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണ്? ഞാൻ അതാണ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ. എന്താണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം? പ്രോഗ്രസ്. അതാണോ എല്ലാ ഓർഗനൈസേഷന്റെ ലക്ഷ്യം? യെസ്, യു സെഡ് ഇറ്റ്. പ്രോഫിറ്റ് ആണ് ലക്ഷ്യമാക്കുന്നത്. ഏത് ബിസിനസ് സംരംഭവും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവര് നിലകൊള്ളുന്നത് പ്രോഫിറ്റിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി തന്നെയാണ്. അൾട്ടിമേറ്റ് എയിം ഓഫ് എനി ഓർഗനൈസേഷൻ, ഏത് ബിസിനസ് സ്ഥാപനത്തിന്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് തന്നെയാണ്. അത് തന്നെയാണ് ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി, ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ബിസിനസ് സ്ഥാപനവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് മനുഷ്യന്മാരെ കൊണ്ടാണ്. ഹ്യൂമൻ റിസോഴ്സ് പേഴ്സണൽസ്, തൊഴിലാളികളെ കൊണ്ടാണ്. അപ്പൊ ഓരോ തൊഴിലാളികളെ കൊണ്ടും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് തൊഴിലാളികളെ കൊണ്ടും ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഓരോരുത്തരെയും സ്വാധീനിക്കുക. അതാണ് ലീഡർഷിപ്പ് പ്രോസസ്. അത്രേ ഉള്ള കാര്യം. അതാണ് ഞാൻ ഇത്ര നേരം കിടന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ മനസ്സിലായോ? ചോദിച്ച ആൾക്ക് മനസ്സിലായോ?
ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഓരോ വ്യക്തികളെയും ഗ്രൂപ്പായിട്ട് ഓരോ എല്ലാ ജോലിക്കാരെയും സ്വാധീനിക്കുക. സെക്കൻഡ് വൺ ഈസ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. എന്താ പറയാ, ന്യായം തീരുമാനിക്കാനുള്ള ഒരു പ്രോസസ്സാണ്. അതായത് എന്താ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ, നീതി, ന്യായം എന്നൊക്കെ പറയാം അല്ലെ. ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഓൾസോ ഫെയർ കോമ്പൻസേഷൻ ഫോർ ദെയർ വർക്ക്. അതായത് ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ, എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുക അല്ലെ. ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ ചെയ്യുന്നു, അപ്പൊ എന്റെ ജോലിക്ക് തരുന്ന പരിഗണന തന്നെ മറ്റൊരാളുടെ ജോലിക്കും കൊടുക്കുക. ദാറ്റ് മീൻസ് ചില സ്ഥലങ്ങളിൽ ചില ഓർഗനൈസേഷൻസിന് അൺഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, ചിലരോട് ഫേവറേറ്റിസം കാണിക്കുന്നു, ചിലരോട് ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നു അല്ലെ, വിവേചനം അല്ലെ. പണ്ടൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു വിവേചനങ്ങള്. പക്ഷെ ഇന്നത്തെ അതൊക്കെ കുറെ ഒരു പരിധി വരെയായിട്ട് ഒരുപാട് മാറിയ ആളുകളൊക്കെ അല്ലെ. ഓർഗനൈസേഷനിൽ എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മനുഷ്യരാണ്, ജോലി ചെയ്യുന്ന മനുഷ്യന്മാരെ എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓരോരുത്തർ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുക. എന്താ ഫെയർ കോമ്പൻസേഷൻ? അവര് അർഹിക്കുന്ന കൂലി കൊടുക്കാന്ന് മനസ്സിലായി. എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക. എന്നെ മനുഷ്യനായി കാണുക, എല്ലാവരെയും മനുഷ്യന്മാരായി കാണുക. ഒരാൾ ചെയ്യുന്ന ജോലി അവർ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര അപ്രീസിയേഷൻ കൊടുക്കുന്നു, അതേപോലെ തന്നെ മറ്റൊരാൾ ജോലി ചെയ്യുമ്പോൾ ദർ ഈസ് നോ അപ്രീസിയേഷൻ. അവരെ പരിഗണിക്കുന്നില്ല, അവർക്ക് വേണ്ട പ്രചോദനം വെക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ അനുമോദിക്കുന്നില്ല. അങ്ങനെ പാടില്ല, എല്ലാവരും ഈക്വൽ ആയിട്ട്. അതാണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ. ആ വർക്ക് ഓർത്തിട്ട് നിങ്ങൾ അതിനെ കണക്ട് ചെയ്യാനായിട്ട് ഏത് ഫ്രേസ് ഉപയോഗിച്ചാൽ മതി, ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ. കണ്ട, അത് ഓർത്താൽ മതി. അപ്പൊ ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ തന്നെ ഞാൻ പറഞ്ഞത് കണക്ട് ചെയ്ത് ഓരോ പ്രോസസ്സും പഠിച്ചു വെക്കാൻ. കാരണം ഈ 8 പ്രോസസ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ പറഞ്ഞത്? ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്സിനെ കണക്ട് ചെയ്യാനുള്ള വേർഡ് കിട്ടിയോ? ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ ദെയർ വർക്ക്. എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുക, അവരവർക്ക് അർഹിക്കുന്ന കൂലി, വേതനം, സാലറി അത് കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ ഓരോ പ്രോസസ്സാണ് കേട്ടാ. രണ്ടാമത്തെ പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തേതാണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്. മനസ്സിലായല്ലോ രണ്ടാമത്തെ? മൂന്നാമത്തിലേക്ക് പോകാൻ കേട്ടോ. പറയുന്നില്ല ആരും. ടാസ്ക് സ്പെഷ്യലൈസേഷൻ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിപ്പോകുന്നു. ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് ആണ് അടുത്തത്. ആ വേർഡിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം. സ്പെഷ്യലൈസേഷൻ, ടാസ്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക്, ടോട്ടൽ വർക്ക് ഇൻടു ഇൻഡിവിജ്വൽ ജോബ്സ്. അതെന്താണ്, ഒരു ജോലി, ഒരു വലിയ ജോലിയാണ്. ആ ഒരു വലിയ ജോലിയെ ചെറിയ ജോലികളായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് കൊടുക്കുക. അതാണ് സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ, എല്ലാവരും കൂടെ നീ മുഴുവൻ നീ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കും. അതൊരു വർക്ക് ലോഡായി മാറും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്നുള്ള ആ ഒരു മൈൻഡായിരിക്കും. പക്ഷെ അതേസമയം ആ വലിയ ജോലിയെ, ടാസ്കിനെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോരുത്തർക്ക് ചെറിയ ചെറിയ ജോലികളായിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യാം, വളരെ എഫിഷ്യന്റ് ആയിട്ടും വളരെ വൃത്തിയായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടും അത് ഓരോരുത്തർക്കും ചെയ്തു തീർക്കാൻ പറ്റും അല്ലെ. അങ്ങനെയല്ലേ? അപ്പൊ ഭയങ്കര എന്താ പറയാ തിക്കിത്തിരകലോ, ഭയങ്കര എന്താ പറയാ നമ്മൾ വേഗം എളുപ്പം അത് ചെയ്തു തീർക്കണം, കാരണം വീണ്ടും വീണ്ടും ജോലി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ അങ്ങനെ ചെയ്യുന്നതും, അതുപോലെ തന്നെ സമയമെടുത്ത് ഭയങ്കര ലാവിഷായിട്ട് എന്താ പറയാ നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. അങ്ങനെയല്ലേ കാര്യങ്ങൾ? നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് സന്തോഷത്തോടെ ഒരു ജോലി ചെയ്യുന്നതും എന്താ പറയാ ഹറിബറി ആയിട്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം. എങ്ങനെയും തീർക്കണം. ഒരു വീടുകളിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ചിലപ്പോഴൊക്കെ ആരെങ്കിലും വരുന്നു, വിളിച്ചു അറിയില്ല, വിളിക്കാനും പറയാനൊക്കെ വന്നു, എളുപ്പം എന്ത് ചെയ്യുന്നു, വരുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് വെച്ച് ചടപടയെന്നൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി ചിലപ്പോ ഒരു മുലക്കകത്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കാൻ നേരത്തെ ഉപ്പുണ്ടായിരുന്നു, ഞാൻ വൃത്തിക്ക് ഉണ്ടാക്കിയതാ, അല്ലെങ്കിൽ ടേസ്റ്റില്ല, അയ്യോ അതെ എളുപ്പം ഉണ്ടാക്കിയതാ, ഉണ്ടായിരുന്നില്ല, അപ്പൊ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോ ഉണ്ടാക്കിയതാന്നൊക്കെ നമ്മള് ഇങ്ങനെ പറയില്ലേ. അപ്പൊ ആ പെട്ടെന്ന് ഉണ്ടാകുന്നതിന് ചില പോരായ്മകൾ, ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ സമയമൊക്കെ എടുത്തത് നമ്മൾ അവർക്ക് വേണ്ടി ഒരുക്കുകയാണ് എന്നുള്ള മൈൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യും, ടേസ്റ്റ്ഫുള്ളിയും അത് അവരെ കൂടി സന്തോഷിപ്പിക്കുന്ന രീതിയിലൊക്കെ ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും അല്ലെ. അങ്ങനെയാണ് വരിക. അപ്പൊ അതേപോലെ ടാസ്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് അങ്ങനെയാണ്. ഇത് കൺസിസ്റ്റ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് ഇൻ ടു ഇൻഡിവിജ്വൽ ജോബ്സ്. ഓക്കെ, ഓരോ ജോലിയായിട്ട് ടോട്ടൽ ടാസ്കിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതിനെയാണ് നമ്മൾ ടാസ്ക് സ്പെഷ്യലൈസേഷൻ. നമ്മൾ ഓർത്താൽ മതി, ഫ്രേസ് ചെയ്തവരുടെ ഡിവിഷൻ ഓഫ് ടോട്ടൽ ടാസ്ക്, അത് ഓർത്താൽ മതി. മനസ്സിലായോ? ലീഡർഷിപ്പില് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യാവരെ. ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ, അത് ലീഡർഷിപ്പ് പ്രോസസ്സിൽ വരുന്നതാണ്. രണ്ടാമത്തേത് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ, ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ ദ വർക്ക് എന്നുള്ള ആ ഒരു കാര്യം ഓർക്കുക. പിന്നത്തേത് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് ആണ്. കൺസിസ്റ്റ് ഓഫ് ഡിവിഷൻ ഓഫ് ടോട്ടൽ ടാസ്ക്, മൊത്തത്തിലുള്ള ടാസ്കിനെ ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ? മൂന്നെണ്ണം.
പാടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. യെസ്. Then next the fifth one, അഞ്ചാമത്തെ പ്രോസസ് ആണ്, സോറി ഫോർത്ത് പ്രോസസ് ആണ് സ്റ്റാഫിംഗ് പ്രോസസ്. എന്താണ് സ്റ്റാഫിംഗ്? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ മാൻ പവർ പ്ലാനിങ് ആണ്. മനുഷ്യന്മാരെ എന്താ പറയാ പ്ലാൻ ചെയ്യാം. മനുഷ്യന്മാരെ എന്ന് പറയുമ്പോൾ എംപ്ലോയീസിനെ എന്ന് വെച്ചാൽ അവർക്ക്, അതായത് അവരെ എങ്ങനെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്, ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ ജോലിക്കാരെ വേക്കൻസി ഫിൽ ചെയ്യാൻ വേണ്ടി റിക്രൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ആപ്ലിക്കേഷൻ ഒക്കെ വരുമല്ലോ, ആപ്ലിക്കൻസ്. അപ്പൊ അവരുടെ ജോബ് ആസ്പിറൻസിന്റെ ആപ്ലിക്കൻസുകളൊക്കെ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻസ് ഒക്കെ അസസ് ചെയ്യുക. പിന്നെ അവരെങ്ങനെയാണ് നമ്മൾ ജോലിക്ക് എടുക്കുന്നത്, അതിന്റെ തീരുമാനങ്ങൾ, എംപ്ലോയ്മെന്റ് ഡിസിഷൻസ് എടുക്കുക. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് എ പേഴ്സൺ ടു എ ജോബ്. ഒരു വേക്കൻസിയിലേക്ക് ഒരു പുതിയ ജോലിക്കാരനെ ഇൻക്ലൂഡ് ചെയ്യുന്നു, അതിനാണ് ഇൻഡക്ഷൻ എന്ന് പറയുക. അതെങ്ങനെ ചെയ്യാൻ പറ്റും, ഏത് ജോലിയിലാണ് അവരെ നമ്മൾ ഓറിയന്റ് ചെയ്യുന്നത്. ഓറിയന്റേഷൻ മീൻസ് അറേഞ്ച്മെന്റ് ആണ്. ഏത് ജോലിയിലേക്ക് അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫർ, അവർക്ക് കൊടുക്കേണ്ട പ്രൊമോഷൻസ്, അതുപോലെ തന്നെ ഡിമോഷൻ. പ്രൊമോഷന്റെ ഓപ്പോസിറ്റ് ആണ് ഡിമോഷൻ. ഇതെല്ലാം ചേരുന്ന ഒരു മാൻ പവർ പ്ലാനിങ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് വിളിക്കുക. അപ്പൊ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്ന ആ പ്രോസസ് കേൾക്കുമ്പോൾ ഇതെല്ലാം ഓർക്കുക, മാൻ പവർ പ്ലാനിങ്. അതാ മാൻ പവർ പ്ലാനിങ്ങിനകത്ത് വരുന്നത് ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ്, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഡിസിഷൻസ്, ഇൻഡക്ഷൻസ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഡിമോഷൻ, ഓറിയന്റേഷൻ എക്സെട്ര. ഇതെല്ലാം ഓർത്താൽ മതി സ്റ്റാഫിംഗ് പ്രോസസ് ഓർക്കുമ്പോൾ. ക്ലിയർ ആയോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ സ്റ്റാഫിംഗ് പ്രോസസ്സില്? സ്റ്റാഫിംഗ് ജോലിക്കാരെ നിയമിക്കുന്നത്, അതിനകത്ത് വരുന്ന പ്രൊസീജിയേഴ്സ് ആണ് റിക്രൂട്ട്മെന്റ്, പിന്നെ ഓറിയന്റേഷൻ, പ്രൊമോഷൻ, ഡിമോഷൻ, എംപ്ലോയ്മെന്റ് ഡിസിഷൻ, ട്രാൻസ്ഫർ എല്ലാം. ക്ലിയർ അല്ലേ? പറയട്ടെ അടുത്ത പോയിന്റ്. ആറാമത്തെ പ്രോസസ്സാണ്. 8 പ്രോസസ് ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, അടുത്തത് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് ആണ്. സിമ്പിൾ പ്രോസസ്സുകളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റണം, എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ആരുടെ പെർഫോമൻസാ? പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലാളികളുടെ പെർഫോമൻസ് ആണ്. ഓർഗനൈസേഷനിൽ നമ്മൾ പറയുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് ജോലിക്കാർ അവര് കാഴ്ചവെക്കുന്ന പെർഫോമൻസ് ആണ്. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന എന്റെ രീതി, അത് എന്റെ പെർഫോമൻസ് അല്ലെ. മറ്റു ടീച്ചേഴ്സ് അവരവരുടെ രീതിയിൽ, ഓരോരുത്തർക്കും അവരുടേതായ രീതിയുണ്ട് അല്ലെ. അപ്പൊ ഓരോ എംപ്ലോയീസിന്റെയും പെർഫോമൻസ് ഷുഡ് ബി ഇവാലുവേറ്റഡ്. എംപ്ലോയീസിന്റെ വർക്ക് എന്ത് ചെയ്യണം? ഇവാലുവേറ്റഡ്. എംപ്ലോയീസ് വർക്കാണ് കേട്ടോ, എംപ്ലോയർ അല്ല. അത് എംപ്ലോയീസ് എന്നാണ്. ഒന്ന് കറക്റ്റ് ചെയ്യാമോ? നിങ്ങളുടെ നോട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടില് എംപ്ലോയേഴ്സ് വർക്ക് എന്നാണ്. അപ്പോസ്ട്രോഫിയസ് ആണ്, ആറല്ല. ആ ഒരു ആറ് ക്യാൻസൽ ചെയ്തിട്ട് ഒരു ഇ ആർക്കുക. എംപ്ലോയീസ് 2 ഉണ്ട്, അത് ഈ ആറായി പോയതാണ്. എംപ്ലോയിയുടെ വർക്കുകളെ അസസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഇനി അത് അസസ് ചെയ്യുന്നത് എന്തിനാ? ഈ എംപ്ലോയീസിന്റെ ജോലിയുടെ ഒരു എന്താ പറയാ എഫിഷ്യൻസിയും മറ്റു കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തിനാ? They have to be promoted, or their payment has to be raised, or they must be provided transfer. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, അതായത് ആ ജോലിക്കാരന്റെ ജോലി വിലയിരുത്തുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. തൊഴിലിനെ വിലയിരുത്തുന്നതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് അവർക്ക് എന്താ പറയാ, അവർക്ക് പേയ്മെന്റ് കൊടുക്കാൻ, അതായത് അവരെ പ്രൊമോട്ട് ചെയ്യണോ, പ്രൊമോഷൻ കൊടുക്കണോ, നല്ല നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല രീതിയിൽ, നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിനേക്കാൾ അബവാണ് ഇയാളുടെ പെർഫോമൻസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പ്രൊമോഷൻസ് കൊടുക്കണം, സ്ഥാനക്കയറ്റം, അല്ലെങ്കിൽ എന്ത് കൊടുക്കും? സാലറി ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഉദ്ദേശിച്ചതിന് മെച്ചപ്പെട്ട ഒരു സർവീസ് ആണ് ആളുടേത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓർഗനൈസേഷൻ അവര് താല്പര്യത്തോടെ നമ്മൾ ഉദ്ദേശിച്ചതിന്റെ ഇരട്ടി ആ എംപ്ലോയി നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി തരുന്നുണ്ട്, ആളുടെ സേവനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവരുടെ പേയ്മെന്റ് റേസ് ചെയ്യണം, സാലറി ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഇത് വലിയ ഗുണമില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇതിനേക്കാൾ വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും ചില ആൾക്കാർ അല്ലെ. ചില ആൾക്കാർ എന്ത് ചെയ്യും? ട്രെയിനിങ് കൊടുക്കണം. അയ്യോ അവരുടെ സർവീസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്തിയില്ല, അപ്പൊ എന്ത് ചെയ്യണം? കുറച്ച് ട്രെയിനിങ്ങിന്റെ കുറവുണ്ട്, അപ്പൊ ഒരു ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് വർക്ക് ഷുഡ് ബി അസസ്ഡ് ഓർ ഇവാലുവേറ്റഡ്. അതിന് വേണ്ടിയിട്ട് ജോലിക്കാരുടെ ജോലിയൊക്കെ നമ്മൾ വിലയിരുത്തുന്നു. അതിനെയാണ് എന്ത് വിളിക്കുക? പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുക. പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ടാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ആ ഒരു സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തോന്നു മാത്രം. കറക്റ്റ് ചെയ്തോ? എല്ലാവരും കറക്റ്റ് ചെയ്തോ? യെസ്, മനസ്സിലായോ പോയിന്റ്? ആറാമത്തേത് മനസ്സിലായല്ലോ? യെസ്. ദെൻ ഏഴാമത്തേത് അല്ല, ആറാമത്തേത് പറയുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് ആണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാ?
to increase the quality of work of an individual. എന്താ ഓരോ ജോലിക്കാരന്റെയും ജോലിയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണം. അതൊരു ബ്ലെൻഡിങ് ഓഫ് പ്രോസസ് ആണ്. ബ്ലെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ട് ഉള്ള ഒരു പ്രോസസ്സിംഗ് ആണ് എന്ത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എംപ്ലോയീസിന്റെ വർക്കിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊരു സംശയം വന്നാൽ അതെന്ത് ചെയ്യണം? ഇവർക്ക് പ്രോപ്പർ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഒന്നും കൂടി അവരുടെ ആ പെർഫോമൻസ് അവരുടെ ജോലിയുടെ ക്വാളിറ്റി ഗുണനിലവാരം വർദ്ധിപ്പിക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കുക. അതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. ആ വേർഡ് ഓർത്താൽ മതി. ആ ഒരു ഫ്രേസ് ക്വാളിറ്റി ഓഫ് വർക്ക് ഓഫ് ദ ഇൻഡിവിജ്വൽ. അതായത് ടു കറക്റ്റ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ഓഫ് ദ ഇൻഡിവിജ്വൽസ്. ജോലിക്കാരുടെ ഓരോ വ്യക്തികളുടെയും ജോലിയുടെ ക്വാളിറ്റി ഗുണം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ പറയുന്നത്. ക്ലിയർ ആയല്ലോ? ട്രെയിനിങ് കൊടുക്കേണ്ടത് അങ്ങനെയുള്ളവർക്കാണ്. ഒരു ഓർഗനൈസേഷൻ ആദ്യമായിട്ട് നമുക്ക് ജോലി കിട്ടുമ്പോൾ അവിടെ ഒരു നിശ്ചിത ട്രെയിനിങ് ഉണ്ടായിരിക്കും അല്ലെ? ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ തരാനായിട്ട് മനസ്സിലാക്കി തരാനുള്ള ട്രെയിനിങ് ഉണ്ട്. അതല്ലാതെ ഇടയ്ക്ക് വെച്ചിട്ടും ട്രെയിനിങ് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് ജോലിക്കാരെ ജോലി പെർഫോമൻസ് ഒക്കെ നോക്കും, അസസ് ചെയ്യും. ഓരോ ജോലിയും നടത്തുന്ന ജോലി ഓരോരുത്തരും ചെയ്യുന്ന ജോലിയുടെ കാര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് അവരുടെ ആ ജോലിയുടെ എഫിഷ്യന്റ് ആയിട്ട് അവർ ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് ചില പ്രോപ്പർ ട്രെയിനിങ്ങിന്റെ കുറവുകൊണ്ടായിരിക്കാമെന്ന് മനസ്സിലാക്കി ട്രെയിനിങ് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യാം? അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക്, ജോലിയുടെ ഗുണം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ജോലിയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ നൽകുന്ന ഇടയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക ബൂസ്റ്റിംഗ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ബൂസ്റ്റ് കൊടുക്കില്ലേ? ഇതിനെ ബൂസ്റ്റ് കൊടുക്കുന്ന കുട്ടികൾക്ക് എനർജിക്ക് വേണ്ടിയിട്ട് അല്ലെ? ഇപ്പൊ എനർജി ഡൗൺ ആയി പോയി എന്ന് തോന്നുമ്പോൾ നമ്മൾ ഒരു വളർച്ചയില്ലല്ലോ, അപ്പൊ കുട്ടികൾക്ക് എന്തിന്റെങ്കിലൊക്കെ ഡെഫിഷ്യൻസി, അപ്പൊ നമുക്ക് അത് ഇതൊക്കെ നമ്മളിങ്ങനെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അല്ലെ? ഇടയ്ക്ക് അല്ലെ? അല്ലാതെ സാധാരണ ഒരു ഇച്ചിരി വളർന്നൊക്കെ കഴിയുന്ന കുട്ടികൾക്കാണ് നമ്മളൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷെ ഇൻഡിവിജ്വലില് പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ അവർക്ക് ആവശ്യത്തിന് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ളതൊന്നും കിട്ടാതെ ആകുമ്പോൾ ചില കുട്ടികൾ ഇന്ന് സെലക്റ്റീവ് ആണല്ലോ. മിക്ക കുട്ടികളും, ചില കുട്ടികളല്ല, മിക്ക കുട്ടികളും ഇന്ന് പല കാര്യങ്ങളിലും സെലക്റ്റീവ് ആണ്. ഇങ്ങോട്ട് മാത്രമേ കഴിക്കൂ, പിന്നെ ഒന്നും കഴിക്കില്ല. കറികളൊക്കെ പിള്ളേർ കാണുപോലുമില്ല. ഇതൊക്കെ ചീരയാണോ ഇലയാണോ എന്താണോ പറിച്ചു വെട്ടിയിട്ട് അമ്മ തരുന്നതെന്ന് ആ വശത്തേക്ക് അവർ ശ്രദ്ധിക്കില്ല. നമ്മൾ പറയും കണ്ണിന് നല്ലതാ അതിന് നല്ലതാന്നൊക്കെ നമ്മളിങ്ങനെ പറയും. പക്ഷെ അവർക്ക് അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എന്ത് തന്നെയായാലും ഇപ്പൊ നമ്മൾ മറ്റ് എന്തെങ്കിലും സിറിയൽസ് കൊടുക്കുമ്പോഴാണെങ്കിലും പരിപ്പ്, പയറ്, അതൊക്കെ ആവശ്യത്തിന് ഇച്ചിരിയെങ്കിലും ആഴ്ചയിൽ 1-2 പ്രാവശ്യമെങ്കിലും നിങ്ങളൊക്കെ കഴിക്കണം. ഇതൊന്നും അവർ ശ്രദ്ധിക്കില്ല. അപ്പൊ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില പൊടികൾ ഇതൊക്കെയാണല്ലോ, ഹോർലിക്സോ ബൂസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ അവരെ എനർജിയിലേക്ക് കൊണ്ടുവരാൻ. അതുപോലെ ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന എംപ്ലോയീസ് കുറെ നാളൊക്കെ ജോലി ചെയ്ത് കഴിയുമ്പോൾ പല കാരണങ്ങളാൽ അവരുടെ വർക്കിന്റെ ക്വാളിറ്റി ഒക്കെ ചിലപ്പോൾ കുറഞ്ഞു പോകും. അപ്പൊ എന്ത് ചെയ്യാം? അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. അടുത്തത് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്. ഇതെന്താ? ഇതും ഒരു തരം മെക്കാനിസമാണ്, ഒരു തരം യാന്ത്രിക പ്രവൃത്തി തന്നെയാണ്. എന്താ? ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ്. അതായത് ആളുകൾക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ട് ആവശ്യമായ കൂലി, സാലറി ഒക്കെ കൊടുക്കുക. അതിന് പുറമെ എന്ത് കൊടുക്കുക? ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്, പൈസയായിട്ടോ പൈസ അല്ലാത്ത രീതിയിലുള്ള റിവാർഡുകൾ, പ്രതിഫലങ്ങളൊക്കെ കൊടുക്കുക. എന്താ ഈ പൈസ അല്ലാതെ എന്ത് റിവാർഡ് കൊടുക്കും? ഇപ്പൊ നമുക്കറിയാലോ, ഫെസ്റ്റിവൽ സീസൺസിലൊക്കെ ബോണസ് ഒക്കെ കൊടുക്കൂലേ? ഓണത്തിന് ബോണസ് കിട്ടുക, വിഷുവിന് ബോണസ് കിട്ടുക എന്നൊക്കെ കേട്ടല്ലോ നിങ്ങള്. സാലറിയുടെ കൂടെ തന്നെ പ്ലസ് ചില ഓർഗനൈസേഷനൊക്കെ സാലറി എത്രയാണോ അതിന് ജസ്റ്റ് ഹാഫ് തന്നെ ബോണസ് ആയിട്ട് കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. ശമ്പളത്തിന്റെ പകുതി ബോണസ് ആയിട്ട് അത്തരം സീസൺസിൽ കിട്ടും. 1-2 പ്രാവശ്യമൊക്കെ ആയിട്ട് കിട്ടും തോന്നുന്നത്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ കിട്ടും തോന്നുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ റിവാർഡുകൾ കൊടുക്കുന്ന നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ നോൺ ഫിനാൻഷ്യൽ റിവാർഡുകളുണ്ട്. കാശല്ല, അല്ലാതെ ഇപ്പൊ വർഷത്തിൽ ഒരിക്കലും എല്ലാ എംപ്ലോയീസിനെ ചേർത്ത് ഒരു ട്രിപ്പ് പോവുക, 1 or 2 days ട്രിപ്പ് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, സ്കോളർഷിപ്സ് ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക അല്ലെ? ഇതൊക്കെ നോൺ ഫിനാൻഷ്യൽ റിവാർഡുകളാണ്. അത് പൈസയായിട്ട് കൊടുക്കുന്നില്ല, അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തിങ്സ് ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും കുട്ടികൾക്ക് പഠിക്കുന്നതിന് ആവശ്യമായ പഠനോപകരണങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. മനസ്സിലായ? അതാണ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്. അതാണ് കോമ്പൻസേഷൻ ഓർ റിവാർഡ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ് ഇസ് പ്രൊവൈഡഡ് ത്രൂ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ്. അതൊക്കെ അങ്ങനെ കൊടുക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്. കളക്റ്റീവ് ബാർഗെയിനിങ് നമ്മൾ നേരത്തെ പെട്ടിയിൽ കണ്ടു അല്ലെ?
മൊത്തത്തിൽ എല്ലാ എംപ്ലോയീസും കൂടി എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു തരം വിലപേശലാണ്. എന്തിനെ കുറിച്ചായിരിക്കും നമുക്ക് വിലപേശ? നമ്മൾ സാധാരണ വിലപേശ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മീൻ മാർക്കറ്റിലോ പച്ചക്കറി ചന്തയിലോ അല്ലെ, ഫ്രൂട്ട്സ് ഷോപ്പിലൊക്കെയാണ് നമ്മൾ ചെന്നിട്ട് വിലപേശ അല്ലെ. ഇത് ഇത്രയും രൂപയ്ക്കൊന്നുമില്ല, ഞങ്ങൾ അവിടെ നിന്ന് ഇത്ര രൂപയ്ക്കാണല്ലോ വാങ്ങിച്ചത്, ഇത്രയ്ക്ക് ഇതാന്നൊക്കെ നമ്മൾ പറഞ്ഞ് വിലപേശാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ വിലപേശാറുണ്ട് സാധാരണ. പക്ഷെ എംപ്ലോയീസ് on what subjects they are bargaining? എന്ത് കാര്യങ്ങളിലായിരിക്കും അവർ ബാർഗെയിൻ ചെയ്യാം? ഇതിലായിരിക്കും പറഞ്ഞേ, എന്തിനെ സംബന്ധിച്ച ബാർഗെയിനിങ് അവർ നടത്താം? ബാർഗെയിനിങ് നടത്താറില്ല? ഏതെങ്കിലും സാലറി സംബന്ധിച്ച ബാർഗെയിനിങ് നടത്തും. അവരുടെ വർക്കിംഗ് അവേഴ്സ് സംബന്ധിച്ചു, ഇത്രയും മണിക്കൂർ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, ആ മണിക്കൂർ കുറച്ച് തരണം, അല്ലെങ്കിൽ മണിക്കൂർ എത്രയാണെങ്കിൽ ഞങ്ങൾക്ക് അതനുസരിച്ചുള്ള സാലറി കൂട്ടി തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻസ്, നമ്മൾ ജോലി ചെയ്യുന്ന ചുറ്റുപാട് അത് ഫേവറബിൾ ആയിരിക്കണം, നമുക്ക് അനുകൂലമായ ഒരു ചുറ്റുപാടില്ല, വർക്കിംഗ് കണ്ടീഷൻ മോശം, ഞങ്ങൾ ഇത് ഇത്ര കഷ്ടപ്പെട്ടിട്ടാ, ഞങ്ങൾക്ക് എന്താ പറയാ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്രോപ്പർ ആയിട്ടൊരു ഫാൻ ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ ചൂട് കൂടുതലാണ്, അപ്പൊ എന്താ പറയാ ഇടയ്ക്കൊന്ന് ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടി ഒരു ഫ്രിഡ്ജോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആളുകൾ വിലപേശും ഇല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിലപേശലാണ്, അല്ലാണ്ട് എന്തെങ്കിലും വസ്തുവിന്റെ വിലപേശണതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് ബാർഗെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വിലപേശൽ മാത്രമാണ്, അതല്ല. ഇങ്ങനെ നമ്മുടെ സാലറി സംബന്ധിച്ചൊക്കെ കാര്യങ്ങളിൽ കുറവ് അല്ലെങ്കിൽ അത് കൂട്ടിത്തരാൻ വേണ്ടിയിട്ട് അവർ മറ്റ് ബെനിഫിറ്റുകൾ അതിന് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ, അവരുടെ വർക്കിംഗ് സിറ്റുവേഷൻസ് മോശമാണ് അത് ഒന്നുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടി എന്ത് ചെയ്യുക, എംപ്ലോയറുടെ അടുത്ത് വിലപേശുക. അതിനെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് എന്ന് വിളിക്കുക. ഓക്കെ, കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് റിഗാർഡിംഗ് വേജസ്, ബെനിഫിറ്റ്, വർക്കിംഗ് അവേഴ്സ്, വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്ത് പറയാം. അപ്പൊ ഈ 8 പ്രോസസ്സിനെയും നമുക്ക് ലിങ്ക് ചെയ്ത് എളുപ്പം ഓർത്തിരിക്കാൻ ഓരോ കുഞ്ഞു കുഞ്ഞ് ഫ്രേസസ് നിങ്ങൾ അവിടെ അതുമായി കറക്റ്റ് മാച്ച് ചെയ്യുന്ന ഫ്രേസ് നോക്കി അങ്ങോട്ട് അടയാളപ്പെടുത്തി വെച്ചാൽ മതി. അപ്പൊ എളുപ്പം പഠിക്കാൻ പറ്റും. 8 പ്രോസസ്സും ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയോ? 8 ടൈം ഈസ് ഓവർ. ക്ലിയർ ആയില്ലേ? ആയോ? 8 പ്രോസസ്സും നമ്മൾക്ക് ആ പെട്ടിയില് 4 റോളുകൾ നമ്മൾ പഠിച്ചു. ആ 4 റോളുകളും അതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. എന്ന് പഠിച്ചത് എല്ലാം ഒട്ടും ഇമ്പോർട്ടന്റ് ആണ്. സോ നന്നായി വായിച്ച് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സീ യു. ബൈ.